നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 27ാമത്തെ ചോദ്യം. ദ സ്പിൻ ഒൺലി മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ദ കോംപ്ലക്സ് MnEn2 ടൈംസ് Cl2. ഏതാണ് നമ്മുടെ കോംപ്ലക്സ്? Mn En എത്തിലീൻ ഡയമീൻ ആണ്, 2 ടൈംസ് Cl2 എന്ന് പറഞ്ഞിട്ടുള്ള കോംപ്ലക്സ്. ഇതിനകത്ത് സ്പിൻ ഒൺലി മാഗ്നറ്റിക് മൊമെന്റ് ആണ് കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത്. സോ സ്പിൻ ഒൺലി മാഗ്നറ്റിക് മൊമെന്റ് ഇക്വേഷൻ നമുക്കറിയാം, μ = √n × n+2 എന്നുള്ളതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ n എന്ന് പറയുന്നതാണ് എന്ത്? നമ്മളുടെ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. എന്താണ്? നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. സോ ഫസ്റ്റ് നമ്മൾ എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഇവിടെ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമ്മുടെ Mnന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്നാണ് നമ്മൾ അതിൻ്റെ എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ എത്തിലീൻ ഡയമീൻ നമുക്കറിയാം എന്താണ്? ഒരു ന്യൂട്രൽ ലിഗാൻഡാണ്, ചാർജ് ഒന്നുമില്ല. പക്ഷേ ക്ലോറിൻ അങ്ങനെയല്ല, ക്ലോറിന് -1 ആണ് ചാർജ്. സോ ഞാൻ ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഞാൻ എക്സ് എന്ന് എടുക്കുകയാണ്. എക്സ് പ്ലസ് ഇത് 0 ആണ്, -2 ഓവറോൾ ചാർജ് ഒന്നുമില്ല. സോ =0 എന്ന് വരും. സോ എക്സ് എന്തെന്ന് വരും? +2 എന്ന് വരും. അതായത് Mnന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? +2 ആണ്. ഓക്കെ, Mnന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 ആണ്. സോ Mn ഗ്രൗണ്ട് സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? 3d5 4s2 എന്നുള്ള കോൺഫിഗറേഷൻ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ നമുക്ക് ഈ ഒരു കേസിൽ നമ്മുടെ കോംപ്ലക്സിനകത്ത് Mn+2 ആയിട്ടാണ് നിൽക്കുന്നത്. സോ Mn+2 എന്ന് പറയുന്ന സമയത്ത് 2 ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടു. കോൺഫിഗറേഷൻ എന്തായിരിക്കും? 3d5 ആയിരിക്കും അതിൻ്റെ കോൺഫിഗറേഷൻ. അതായത് 3d5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 5 എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്? 5 അൺപെയർഡ് ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ട്. സോ നമ്മളുടെ n എന്ന് പറയുന്നത് നമുക്ക് കിട്ടി എത്രയാണ്? 5 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. സോ ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണ്? സ്പിൻ ഒൺലി ഫോർമുല μ = √n × n+2 എന്നുള്ളതാണ് നമ്മുടെ ഫോർമുല. സോ √5 × 5+2 that is √5 × 7 that is √35. √36 നമുക്കറിയാം 6 ആണ്. സോ √35 എന്ന് പറയുന്നത് 5-നടുത്തുള്ള 5.9 സംതിങ് വരുന്ന ഒരു വാല്യൂ ആണ്. സോ 5.92 ബോർ മാഗ്നട്രോൺ ആണ് നമുക്ക് വാല്യൂ വരുന്നത്. സോ നമ്മൾ ഓപ്ഷൻ നോക്കുക. 1.73 അല്ല, 3.8 അല്ല, 2.83 അല്ല, ദെൻ ഏതായിരിക്കും ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ്. ഏതാണ്? 5.92 ബോർ മാഗ്നട്രോൺ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. സോ സ്പിൻ ഒൺലി മാഗ്നറ്റിക് ഫോർമുല ഓർത്തിരിക്കുക. n × n+2 എന്നുള്ളതാണ് ഫോർമുല. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. സോ എന്ത് ചെയ്യുക? ലിഗാൻഡ് ഓരോ ലിഗാൻഡ് ആനോണിക് ആണോ കാറ്റോണിക് ആണോ എന്നുള്ളതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ റിവിഷൻ ചെയ്തിട്ട് പോകണം. കാരണം എക്സാമിന് പോകുന്നിരിക്കുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. സോ അതുകൊണ്ട് നല്ല രീതിയിൽ റിവിഷൻ ചെയ്തിട്ട് വേണം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, പ്രാക്ടീസ് ചെയ്യാനായിട്ട്. സോ ഈ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 28ാമത്തെ ക്വസ്റ്റ്യൻ. The linkage isomerism in coordination compounds is due to. എന്തിനെ കുറിച്ചാണ് ചോദ്യം? ലിങ്കേജ് ഐസോമറിസം. ഞാൻ കോർഡിനേഷൻ കെമിസ്ട്രി എടുത്ത സമയത്ത് നിങ്ങളോട് പറഞ്ഞിരുന്നു, ലിങ്കേജ് ഐസോമറിസം എന്ന് എവിടെ കണ്ടാലും ഓർത്തോണം, അവിടെ വരുന്ന ലിഗാൻഡ് ആരാണ്? ആംബിഡെൻറ്റൈൽ ലിഗാൻഡ് ആണ്. ആംബിഡെൻറ്റൈൽ ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ 2 ഡോണർ ആറ്റം കാണും. അറ്റ് എ ടൈമിൽ ഒരാളായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നത്. എന്താണ് ആംബിഡെൻറ്റൈൽ ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ? 2 ഡോണർ ആറ്റം, 2 ഡിഫറൻ്റ് ആയിട്ടുള്ള ഡോണർ ആറ്റംസ് ആയിരിക്കും. പക്ഷേ അറ്റ് എ ടൈമിൽ അവർ മോണോഡെൻഡേറ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഒരു ഡോണർ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഡൊണേറ്റ് ചെയ്യത്തുള്ളൂ. സോ ലിങ്കേജ് ഐസോമറിസം ഇൻ കോർഡിനേഷൻ കെമിസ്ട്രി ഈസ് ഡ്യൂ ടു. ഏതാണ്? ബൈഡെൻറ്റൈൽ ലിഗാൻഡ് അല്ല, ചിലേറ്റിംഗ് ലിഗാൻഡ് അല്ല, ബ്രിഡ്ജിംഗ് ലിഗാൻഡും അല്ല, പിന്നെ ഏത് ലിഗാൻഡാണ്? ആംബിഡെൻറ്റൈൽ ലിഗാൻഡ് ആണ്. സോ ഈ ഒരു ലിങ്കേജ് ഐസോമറിസത്തെ കുറച്ച് കാര്യങ്ങളോട് ഞാൻ പറയാം. സാധാരണ ഗതിയിൽ കോർഡിനേഷനകത്തുനിന്ന് ഐസോമറിസത്തിനകത്തുനിന്ന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ലിങ്കേജ് ഐസോമറിസം എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ഐസോമറിസിനകത്തുനിന്ന് ചോദിക്കുന്ന ഒരു പോയിന്റ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് എത്രയാണ്? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ? ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട് ഐസോമറിസിനകത്തുനിന്ന്. പിന്നെ ഐസോമറിസിൽ നിന്ന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ലിങ്കേജ് ഐസോമറിസം. അതുപോലെ തന്നെ അയണൈസേഷൻ ഐസോമറിസം. ഈ 2 ടൈപ്പ് ഓഫ് ഐസോമറിസം ആണ് നമുക്ക് കോർഡിനേഷൻ കെമിസ്ട്രിയുടെ ഐസോമറിസത്തിനകത്ത് നിന്ന് ചോദിക്കുന്നത്. സോ ലിങ്കേജ് ഐസോമറിസം എന്താണെന്ന് നോക്കാം. ലിങ്കേജ് ഐസോമറിസം arises when a ligand can coordinate to the metal center
through two different atoms leading to the structural isomers with different bonding atoms. അതായത് നമ്മുടെ ലിഗാൻഡിന് രണ്ട് ഡിഫറെൻറ്റ് ഡോണർ ആറ്റംസ് വേണം, പക്ഷെ അറ്റ് എ ടൈം ഒരാളെ ഡൊണേറ്റ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് രണ്ട് ഐസോമേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ലിങ്കേജ് ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നത്. ദീസ് ആർ എന്താണ്, സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആണ്. സെയിം ഫോർമുല ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് കണക്ടിവിറ്റി, ഇവിടുത്തെ കണക്ടിവിറ്റി ആണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. സോ ദിസ് ഈസ് സീൻ only in ambidendal ligand. സോ ambidendal ligand എന്താണെന്ന് നോക്കാം. സോ അതിന് മുന്നേ എക്സാമ്പിൾ നോക്കാം. സോ നമ്മുടെ കോംപ്ലക്സ് എന്ന് പറയുന്നത് കൊബാൾട്ട് NH3 5 ടൈംസ് NO2 2- ആണെന്ന് വിചാരിക്കുക. സോ ഈ ഒരു കേസിൽ നമ്മളുടെ ഈ ഒരു ലിഗാൻഡിൻ്റെ കേസിൽ കൊബാൾട്ട്, സോറി കളർ മാറാം, കൊബാൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഡയറക്ട്ലി NO2-ലുള്ള നൈട്രജനുമായിട്ടാണ് ബോണ്ട് ചെയ്തിട്ടുള്ളത്. ഈ NO2-ൻ്റെ പ്രത്യേകത എന്താ, NO2 എന്ന് പറയുന്നത് എന്താണ്, ഒരു ആംപിഡെൻറ്റേറ്റ് ലിഗാൻഡാണ്. എന്താണ്, ഒരു ആംപിഡെൻറ്റേറ്റ് ലിഗാൻഡാണ്. അതിൻ്റെ പ്രത്യേകത എന്താ, അതിന് നൈട്രജനിലൂടെയും എന്ത് ചെയ്യാം, കോർഡിനേറ്റ് ചെയ്യാം, ഓക്സിജനിലൂടെ എന്ത് ചെയ്യാം, കോർഡിനേറ്റ് ചെയ്യാം. സോ രണ്ടാമത്തെ കോംപ്ലക്സ് നോക്കിയേ, ഇതിനെ നമ്മൾ നൈട്രിറ്റോ കോംപ്ലക്സ് എന്നും ഇതിനെ നമ്മൾ നൈട്രോ കോംപ്ലക്സ് എന്നാണ്. സോ നൈട്രോ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ ആണ് കോർഡിനേറ്റ് ചെയ്യുന്നത്, നൈട്രിറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ആണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, ONO എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ കോംപ്ലക്സിനകത്ത് കൊബാൾട്ടിനകത്ത് നമ്മുടെ കൊബാൾട്ട് NO2-ലെ ഓക്സിജനുമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡയറക്ട്ലി കോർഡിനേറ്റ് ചെയ്യുന്നത്. സോ ഈ രീതിയിൽ നമ്മളുടെ NO2-നകത്ത് എന്താണ്, രണ്ട് ഡോണർ ആറ്റംസ് ഉണ്ട്, പക്ഷേ അറ്റ് എ ടൈം എന്താണ്, ഒരു ഡോണർ ആറ്റം ആയിരിക്കും എന്ത് ചെയ്യുന്നത്, മെറ്റലുമായിട്ട് എന്ത് ചെയ്യുന്നത്, ബോണ്ട് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ലിങ്കേജ് ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ഇത് രണ്ടുമാണ് ലിങ്കേജ് ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ഇനി ആംബിഡെന്റൽ ലിഗാൻഡ്സിന്റെ എക്സാമ്പിൾ ഓർത്തിരിക്കണം. സോ ഡെഫിനേഷൻ, ആംബിഡെന്റൽ ലിഗാൻഡ് ഡെഫിനേഷൻ എന്താണ്, ആംബിഡെന്റൽ ലിഗാൻഡ് ഈസ് എ ലിഗാൻഡ് that has two or more donor atom but can donate through only one at a time. only one at a time വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഏതൊക്കെയാണ്? ഒന്നാമത്തെ നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു, NO2-നകത്ത് ഡോണർ ആറ്റംസ് നൈട്രജൻ ആകാം. നൈട്രജൻ ആണെങ്കിൽ നൈട്രോ എന്നാണ് വിളിക്കുന്നത്, ഓക്സിജൻ ആണെങ്കിൽ നൈട്രിറ്റോ എന്നാണ് വിളിക്കുന്നത്. സോ നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു, നൈട്രോ ആൻഡ് നൈട്രിറ്റോ. ഇനി വേറെ എക്സാമ്പിൾ SCN- ആണ്. ഓക്കെ, ഇതിനകത്ത് സൾഫറും ആകാം നൈട്രജനും ആകാം എന്ത്, ഡോണർ എന്ന് പറയുന്നത്. സൾഫർ ആണെങ്കിൽ അതിനെ തയോ സൈനേറ്റോ എന്ന് വിളിക്കും. ഇനി NCS ആണെന്നുണ്ടെങ്കിൽ ഐസോ തയോ സൈനേറ്റോ എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. ഇനി CN- നോക്കാം. CN- എന്താണ്, ഒരു ആംബിഡെന്റൽ ലിഗാൻഡ് ആണ്. കാർബൺ വഴിയും നൈട്രജൻ വഴിയും എന്ത് ചെയ്യാം, അതിന് കോർഡിനേറ്റ് ചെയ്യാം. കാർബൺ വഴിയാണെങ്കിൽ സൈനൈഡ്, നൈട്രജൻ വഴിയാണെങ്കിൽ അതിനെ നമ്മൾ ഐസോ സൈനൈഡ് എന്നാണ് വിളിക്കുന്നത്. ഇനി H2O2 2- ഇവിടെ നമുക്ക് സൾഫറും ഓക്സിജൻ വഴി എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആംബിഡെന്റൽ ലിഗാൻഡ് ഒരു 4 എക്സാമ്പിൾ, 4 ലിഗാൻഡ്സ് തന്നിട്ട് ഇതിനകത്ത് ഏതാണ് ആംബിഡെന്റൽ ലിഗാൻഡ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. സോ NO2, SCN-, CN-, H2O3 2-. ഈ എക്സാമ്പിൾസ് 4 എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ആംബിഡെന്റൽ ലിഗാൻഡ് വരുന്ന ഐസോമർസത്തെ നമ്മൾ ലിങ്കേജ് ഐസോമർസ് എന്നാണ് വിളിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഐസോമർസം. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് 29ാമത്തെ ചോദ്യം നോക്കാം. The electric field which is created when charged particles move relative to stationary liquid. എന്താണ്? The electric field which is created when charged particles മൂവ് റിലേറ്റീവ് ടു സ്റ്റേഷനറി ലിക്വിഡ്. എന്താണെന്നാണ് ചോദ്യം. എന്താണ്? അതിനെ നമ്മൾ സെഡിമെന്റേഷൻ പൊട്ടൻഷ്യൽ എന്നാണ് വിളിക്കുന്നത്. സെഡിമെന്റേഷൻ പൊട്ടൻഷ്യൽ എന്നാണ് വിളിക്കുന്നത്. ഇനി സ്ട്രീമിംഗ് പൊട്ടൻഷ്യൽ എന്താണ്, ഇലക്ട്രോഫോർസ് എന്താണ്, ഇലക്ട്രോഓസ്മോസിസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ആ ടേമുകളിലൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. സോ സെഡിമെന്റേഷൻ പൊട്ടൻഷ്യലിനെ നമ്മൾ ഡോൺ എഫക്റ്റ് എന്നും വിളിക്കാറുണ്ട്. സോ ബേസിക്കലി ഇത് എപ്പോഴാണ് ഇത് ഒക്വർ ചെയ്യുന്നത്? ഇറ്റ് ഒക്വേഴ്സ് വെൻ ചാർജ്ഡ് പാർട്ടിക്കിൾസ് സെഡിമെന്റ് settle down gravity or centrifugation through a stationary liquid. Their movement drags and causing a separation of charge, and this result in the generation of the electric field or potential difference. So ആ ഒരു കാരണം മൂലമാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നത് ചാർജ്ഡ് പാർട്ടിക്കിൾസ് സ്റ്റേഷനറി ലിക്വിഡിന് എഗനിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ റിലേറ്റീവ് ആയിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നതിന് എന്തെന്നാണ് ചോദിച്ചത്. സോ അതിന് സെഡിമെന്റേഷൻ പൊട്ടൻഷ്യൽ എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മളുടെ ചാർജ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ ഈ എന്താ ഡ്രാഗ് ചെയ്തിട്ട് അവിടെ ഒരു സെപ്പറേഷൻ നടക്കുന്നുണ്ട്. ആ ഒരു റീസൺ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ഡോൺ എഫക്റ്റ് എന്നും വിളിക്കാറുണ്ട്.
സോ അതാണ് നമ്മൾ സെഡിമെന്റേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ സ്ട്രീമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്രിയേറ്റഡ് വെൻ ദ ലിക്വിഡ് മൂവ്സ് ത്രൂ എ സ്റ്റേഷനറി കാപ്പിലറി ഓർ പോറസ് പ്ലഗ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സ്ട്രീമിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഒരു കാപ്പിലറി കൂടെ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്ട്രീമിംഗ് പൊട്ടൻഷ്യൽ എന്നാണ് വിളിക്കുന്നത്. ഇനി ഇലക്ട്രോഫോർസിസും ഇലക്ട്രോ ഓസ്മോസിസ് ഇത് രണ്ടും നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ഇലക്ട്രോഫോർസിസ് എന്ന് പറഞ്ഞാൽ മോഷൻ ഓഫ് ചാർജഡ് പാർട്ടിക്കിൾസ് ഇൻ എ സ്റ്റേഷനറി ലിക്വിഡ് അണ്ടർ എന്താണ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് മൂവ് ചെയ്യുന്നതിനെയാണ് ഇലക്ട്രോഫോർസിസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇലക്ട്രോ ഓസ്മോസിസ് എന്താണ്, ഇലക്ട്രോ എന്നുള്ള ടൈം എന്താ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നുണ്ട്, കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഓസ്മോസിസ് നടക്കുന്നുണ്ട്. സോ ദ മൂവ്മെന്റ് ഓഫ് ലിക്വിഡ് ത്രൂ എ മെംബ്രെയിൻ കാപ്പിലറി കോസ്ഡ് ബൈ എന്താണ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിലാണെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇലക്ട്രോ ഓസ്മോസിസ് എന്ന് വിളിക്കും. ഇനി സെഡിമെന്റേഷൻ പൊട്ടൻഷ്യൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ദ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റഡ് ബൈ ദ മൂവിംഗ് ചാർജഡ് പാർട്ടിക്കിൾസ് ത്രൂ സ്റ്റേഷനറി ഫേസ്. ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റഡ് ബൈ ദ മൂവിംഗ് ചാർജഡ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ സെഡിമെന്റേഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ അതാണ് സ്ട്രീമിംഗ് പൊട്ടൻഷ്യൽ, ഇലക്ട്രോഫോറസിസ്, ഇലക്ട്രോ ഓസ്മോസിസ് ആൻഡ് സെഡിമെന്റേഷൻ പൊട്ടൻഷ്യൽ. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. 30ാമത്തെ ചോദ്യം, തെർമോഡൈനാമിക്കലി ദ ഫോർമേഷൻ ഓഫ് ക്രിസ്റ്റൽ ഡിഫക്ട്സ്. സോ ഫോർമേഷൻ ഓഫ് ക്രിസ്റ്റൽ ഡിഫക്ട്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിന് സ്വല്പം എനർജി വേണം, അവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം. സോ ബേസിക്കലി അത് എന്തായിരിക്കും, അത് എൻഡോതെർമിക് പ്രോസസ് ആയിരിക്കും. എന്താണ് എൻഡോതെർമിക് പ്രോസസ് ആയിരിക്കും. സോ അത് ഓർത്തിരിക്കുക, ഫോർമേഷൻ ഓഫ് ക്രിസ്റ്റൽ ഡിഫക്ട്സ് എന്ന് പറയുന്നത് എന്താണ്, എൻഡോതെർമിക് പ്രോസസ്സാണ്. സോ അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ദ ക്രിസ്റ്റൽ ഡിഫക്ട്സ് ലൈക്ക് വേക്കൻസി ഡിഫക്റ്റ് ആകാം, ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് ആകാം, ഫ്രാങ്കൽ ഷോർട്ട് കീ ഏത് വേണമെങ്കിലും ആകാം. അതെന്താണ്, ആർ നോട്ട് നാച്ചുറലി പ്രസന്റ് അറ്റ് 0 Kelvin. സോ ദർ ഫോർമേഷൻ റിക്വയേഴ്സ് എന്താ, ഞാൻ പറഞ്ഞ പോലെ എന്താണ്, ബ്രേക്കിംഗ് ഓഫ് ബോണ്ട് ഓർ മൂവിംഗ് ആറ്റംസ് ഫ്രം റെഗുലർ പൊസിഷൻ വിച്ച് റിക്വയേഴ്സ് എനർജി. അതിന് എന്ത് വേണം, എനർജി വേണം. അതുകൊണ്ടാണ് എന്താണ് അത് എൻഡോതെർമിക് എന്ന് നമ്മൾ പറഞ്ഞത്. സോ ദ ഫോർമേഷൻ ഓഫ് ഡിഫക്ട്സ് ഈസ് ആൻ എൻഡോതെർമിക് പ്രോസസ്, ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫോർമേഷൻ ഓഫ് ക്രിസ്റ്റൽ ഡിഫക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എൻഡോതെർമിക് പ്രോസസ് ആണെന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്റ്റ് ചിലപ്പം ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും, അതുകൊണ്ടാണ് അത് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് 31ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ദ superconductivity is destroyed when current in the superconductor exceeds a critical value. This effect is called. എന്താണ്, superconductivity is destroyed when the current in the superconductor exceeds a critical value. അതിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്, അതിനെ നമ്മൾ സിൽബി എഫക്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സിൽബി എഫക്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ അതാണ് ആൻസർ, സിൽബി എഫക്റ്റ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ദെൻ മിസ്നർ എഫക്റ്റ്, സ്റ്റാർക്ക് എഫക്റ്റ് ഒക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ മിസ്നർ എഫക്റ്റ് എന്താണ്, മിസ്നർ എഫക്റ്റ് നമ്മൾ ഓൾറെഡി പഠിക്കുന്നത് തന്നെയാണ്. എക്സ്പ്രഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഫ്രം ഇന്റീരിയർ ഓഫ് എ സൂപ്പർ കണ്ടക്ടർ ബിലോ ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അതിനെയാണ് നമ്മൾ മിസ്നർ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി സിൽബി എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പറഞ്ഞ ലൂസ് ഓഫ് സൂപ്പർ കണ്ടക്ടിവിറ്റി വെൻ ദ കറന്റ് എക്സീഡ്സ് എ ക്രിട്ടിക്കൽ ലെവൽ ഡ്യൂ ടു സെൽഫ് മാഗ്നറ്റിക് ഫീൽഡ്. സ്റ്റാർക്ക് എഫക്റ്റും സീമൻ എഫക്റ്റും നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. സ്റ്റാർക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ഇൻ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ അതിനെയാണ് സ്പെക്ട്രൽ ലൈൻ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ നമ്മൾ സ്റ്റാർക്ക് എഫക്റ്റ് എന്ന് വിളിക്കും. സീമൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ അതിനെ നമ്മൾ സീമൻ എഫക്റ്റ് എന്ന് വിളിക്കും. ഇനി ജോൺസൺ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ ടണലിംഗ് ഓഫ് സൂപ്പർ കറന്റ് അക്രോസ് എ തിൻ ഇൻസുലേറ്റിംഗ് ലെയർ ബിറ്റ്വീൻ ടു സൂപ്പർ കണ്ടക്ടേഴ്സ്. സോ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഓരോ എഫക്റ്റ് നിങ്ങൾ ഓർത്തിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു 7-8 ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അനലൈസ് ചെയ്ത സമയത്ത് ഇങ്ങനത്തെ എഫക്റ്റുകളെ കുറിച്ച് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. സോ ബേസിക്കലി എഫക്റ്റിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തുനിന്നൊരു മാർക്ക് നമുക്ക് കിട്ടും, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നഷ്ടപ്പെടാതിരിക്കും. സോ അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ചെറിയ ചെറിയ എഫക്റ്റ് ആണെങ്കിലും അതിനെ ചെറിയ ഷോർട്ട് പോയിന്റ്സ് ആയിട്ട് എഴുതി വെക്കാനായിട്ട് ശ്രമിക്കാം. മിസ്നർ എഫക്റ്റ്, സിൽബി എഫക്റ്റ്, സ്റ്റാർക്ക് എഫക്റ്റ്, ജോൺസൺ എഫക്റ്റ്, അതിനോട് തന്നെ സീമൻ എഫക്റ്റ് എന്ത് ചെയ്യാം, എഴുതി വെക്കാം. അപ്പോൾ 5 എഫക്റ്റിനെ കുറിച്ച് എന്ത് ചെയ്തു, ഈ ഒറ്റ ക്വസ്റ്റ്യനും കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ എല്ലാവരും അങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകണമെന്നില്ല, പക്ഷേ സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ആ ഒരു പോയിന്റ് നമുക്ക് ആൻസർ കിട്ടിയോണ്ട് തീർന്നില്ല, ബാക്കി ഓപ്ഷൻസ് എന്താണെന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കി കൂടെ പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് 32ാമത്തെ ചോദ്യമാണ്. ദ മൈക്രോസ്കോപ്പിക് ടെക്നിക് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ കാൻഡിലിവർ പ്രിൻസിപ്പിൾ. ഏതാണ് കാൻഡിലിവർ പ്രിൻസിപ്പിൾ? എനിക്ക് തോന്നുന്നു ഓൾറെഡി ഞാൻ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഏതാണ്, അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പിയാണ് കാൻഡിലിവർ പ്രിൻസിപ്പിൾ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നത്. സോ ഈ പറഞ്ഞിരിക്കുന്ന IR മൈക്രോസ്കോപ്പി, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, ടെം ഒക്കെ നമുക്ക് ഏതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് കൂടെ നോക്കാം. സോ IRനകത്ത് ബേസ്ഡ് ഓൺ ഇൻഫ്രാറെഡ് അബ്സോർഷൻ ആൻഡ് ഒപ്റ്റിക്കൽ ഇമേജിംഗ് ആണ് അതിനകത്ത് വർക്ക് ചെയ്യുന്നത്. ഇനി അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പിക്കകത്താണ് എന്ത്, കാൻഡിലിവർ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു അറ്റോമിക് ഫോഴ്സസ്. ഓക്കെ, അപ്പോൾ AFM എന്നാണ് അതിനെ നമ്മൾ വിളിക്കുന്നത്. സോ അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പിക്കകത്താണ് കാൻഡിലിവർ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ദ അറ്റോമിക് ഫോഴ്സസ്. ദെൻ ZEM അല്ലെങ്കിൽ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക്കകത്തോ യൂസസ് ഇലക്ട്രോൺ ബീം ടു സ്കാൻ സർഫസ്
ഡിറ്റക്ട്സ് ദ എന്താണ് എമിറ്റഡ് ഇലക്ട്രോണിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിറ്റക്ട് ചെയ്യുന്നത്. ഇവിടെയാണ് സെമ്മിലാണ്. ഇനി ടെമ്മിലോ ട്രാൻസിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക്കകത്തോ യൂസസ് ഇലക്ട്രോൺസ് ട്രാൻസ്മിറ്റഡ് ത്രൂ എ തിൻ സാമ്പിൾ. സോ ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ഓർത്തിരിക്കണം. AFM, ZEM, TEM, അതുപോലെ തന്നെ IR മൈക്രോസ്കോപ്പി. സോ ബേസിക്കലി അതിൻ്റെ ആ പ്രിൻസിപ്പിളോട് എന്ത് ചെയ്യണം, ഇതുപോലെ തന്നെ ഷോർട്ട് നോട്ടായിട്ട് എഴുതി വെക്കണം. ഈ ഒരു കൺസെപ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന സമയത്ത് ഇനി സെമ്മിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, എന്ത് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. സോ നോട്ട് ചെയ്ത് വെച്ചെന്ന് മനസ്സിലാക്കുന്നു, പിടികിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, സോ നെക്സ്റ്റ് 33ാമത്തെ ചോദ്യം. ദ സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക് ദാറ്റ് ഡീൽസ് വിത്ത് ദ എമിഷൻ ഓഫ് സെക്കൻഡറി ഇലക്ട്രോൺസ്. ഓക്കെ, എമിഷൻ ഓഫ് സെക്കൻഡറി ഇലക്ട്രോൺസ് ഏതാണ്? നമ്മളുടെ ഓഗർ സ്പെക്ട്രോസ്കോപ്പി ആയിരിക്കും. സോ ഈ ഒരു ഞാൻ വീണ്ടും ഒരു കാര്യം പറയാം. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ഓഗർ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് 3-4 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് കൺസെപ്റ്റ്, ആ ഒരു സ്പെക്ട്രോസ്കോപ്പിയെ ബേസ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. സോ ഈ ഒരു ഓഗർ സ്പെക്ട്രോസ്കോപ്പിയെ കുറിച്ച് നിങ്ങൾ കാര്യമായിട്ട് എന്ത് ചെയ്യുക, കാര്യമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളുടെ എക്സാമിന് പോകാനായിട്ട്. സോ ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഒരു സെക്കൻഡറി ഇലക്ട്രോൺ എമിഷനെ കുറിച്ചാണ് പറയുന്നത്. അത് എവിടെയാണ് നടക്കുന്നത്? ഓഗർ സ്പെക്ട്രോസ്കോപ്പിക്കകത്താണ്. നിങ്ങൾക്ക് അറിയാം അതെന്താണെന്നുള്ളതൊക്കെ. സോ ബാക്കിയുള്ളതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. സോ എക്സ്റേ ഫ്ലൂറസൻസ് ആണെന്ന് വിചാരിക്കുക. എക്സ്റേ ഫ്ലൂറസൻസിനകത്ത് നമുക്കറിയാം ഇവിടെ പ്രൈമറി എമിഷൻ എക്സ്റേസ് ആണ്. സോ ഇവിടെ സെക്കൻഡറി ഇലക്ട്രോണിൻ്റെ ഇൻവോൾവ്മെന്റും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. സോ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു. സോ എമിഷൻ ഓഫ് എക്സ്റേസ് നോട്ട് ഇലക്ട്രോൺസ്. എമിഷൻ എന്താണ്? എക്സ്റേസിൻ്റെ എമിഷൻ ആണുള്ളത്. ഇനി രണ്ടാമത്തേത് ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിയാണ്. ഇവിടെ ഫോട്ടോ ഇലക്ട്രോൺസിനെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് സെക്കൻഡറി ഇലക്ട്രോൺസിൻ്റെ എമിഷനും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. സോ ഇവിടെ UV അല്ലെങ്കിൽ എക്സ്റേ ഫോട്ടോൺസിനെയാണ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ബേസിലാണ് അത് നടക്കുന്നത്. സോ അതുകൊണ്ട് ഇവിടെ നമുക്ക് സെക്കൻഡറി ഇലക്ട്രോൺ ഒന്നും ഇവോൾവ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്തത്. ഇനി അയോൺ സ്കാറ്ററിംഗ് സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്. ഇവിടെ സ്കാറ്റേർഡ് അയോൺസ് ആണ്. ചില സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മളത് കാര്യമാക്കണ്ട. സോ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഓഗർ സ്പെക്ട്രോസ്കോപ്പിയാണ്. എന്താണ് ഓഗർ ഇലക്ട്രോൺസ്? സെക്കൻഡറി ഇലക്ട്രോൺസിന് നമ്മൾ ഓഗർ ഇലക്ട്രോൺസ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. സോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സെക്കൻഡറി ഇലക്ട്രോൺ ഇൻവോൾവ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. സോ കോർ ഹോൾ റിലാക്സേഷൻ എമിഷൻ ഓഫ് ഓഗർ ഇലക്ട്രോൺ, അതാണ് ഓഗർ സ്പെക്ട്രോസ്കോപ്പിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ സ്റ്റെപ്സ് നോക്കി, എന്തൊക്കെയാണ് ഇതിൻ്റെ സ്റ്റെപ്സ് എന്നുള്ളത് നമ്മൾ നോക്കി. സോ ഞാൻ പറഞ്ഞു ഓഗർ സ്പെക്ട്രോസ്കോപ്പി നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം 3-4 വട്ടം ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിന് കുറച്ചുകൂടെ ഫോക്കസ് നിങ്ങൾ കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 34ാമത്തെ ചോദ്യം. ദ ESR സ്പെക്ട്രം ഓഫ് ബെൻസീൻ റാഡിക്കൽ. ഓക്കെ, ESR സ്പെക്ട്രം ഓഫ് ബെൻസീൻ റാഡിക്കൽ ആണ്. സോ ബെൻസീൻ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ C6H6, ഇതാണ് നമ്മളുടെ ബെൻസീൻ റാഡിക്കൽ. സോ ഞാൻ കളറൊന്ന് മാറ്റാം, ഇത് പിങ്ക് കളർ ആയതുകൊണ്ട് കളറൊന്ന് മാറ്റാം. ഓക്കെ, സോ C6H6 ആണ് നമ്മളുടെ റാഡിക്കൽ എന്ന് പറയുന്നത്. സോ ഈ ഒരു കേസിൽ എയർ സ്പെക്ട്രത്തെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾക്കറിയാം ഈ ഒരു റാഡിക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു റാഡിക്കൾ എന്ന് പറയുന്നത്, സോ റാഡിക്കൾ എന്ന് പറയുന്നത് ഇവിടെ 6 ഇക്വലൻ്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ ഉണ്ട്. അതുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുമൂലം എന്ത് സംഭവിക്കുന്നുണ്ട്, ഇവിടെ സ്പെക്ട്രം നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. സോ അതിനെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 2ni+1 എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഹൈഡ്രജൻ്റെ കേസിൽ ഐ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ഹാഫ് ആണ്. സോ ഇവിടെ 2 × n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് നെയ്ബറിംഗ് ആറ്റംസ് എത്ര ഉണ്ട്? 6 ഉണ്ട്. അതിൻ്റെ ഐ വാല്യൂ 1/2 ആണ്, +1. അതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ 2 × 2 പോയിട്ട് 7 ലൈൻസ് എന്ന് നമുക്ക് കിട്ടും. സോ അതിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? 7 വരുന്നതിനെ സെപ്റ്റ് എന്നാണ് വിളിക്കുന്നത്. സോ ഇതിനെ സെപ്റ്ററ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, സെപ്റ്ററ്റ്. സോ ആൻസർ എന്ന് പറയുന്നത് A ആയിരിക്കും. ഓക്കെ, ക്വാർട്ടറ്റ് എന്ന് പറഞ്ഞാൽ 4 എന്നാണ്. ദെൻ സെപ്റ്ററ്റ് എന്ന് പറഞ്ഞാൽ 6 എന്നാണ്. സിംഗിൾട്ട് എന്ന് പറഞ്ഞാൽ 1 എന്നാണ്. സോ നിങ്ങൾക്ക് അറിയാം, എങ്കിലും ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മളുടെ സബ്ജക്റ്റ് അല്ലാത്തവരും ഈ ഒരു സബ്ജക്റ്റ് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പാതോളജി എക്സാം ഒക്കെ എഴുതുന്നവർക്ക് ഇതൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു പോകുന്നത്. സോ സെപ്റ്ററ്റ് ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. സോ ജസ്റ്റ് നമുക്ക് നോക്കാം. സോ ഇവിടുത്തെ അൺപെയർഡ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇക്വലന്റ് പ്രോട്ടോൺസുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ററാക്ട് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സോ ബെൻസീനകത്ത് C6H6 ആണ്. അപ്പോൾ 6 ഇക്വലന്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ ആറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ഐ വാല്യൂ, ന്യൂക്ലിയർ സ്പിൻ എന്ന് പറയുന്നത് ഹാഫ് ആണ് നമുക്കറിയാം. സോ നമ്മളുടെ ESR സിഗ്നൽ സ്പ്ലിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 2ni+1 ലൈൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടുത്തെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇക്വലന്റ് ന്യൂക്ലിയ ആയിരിക്കും. നമ്മുടെ കേസിൽ എത്ര ഉണ്ട്? 6 ഇക്വലന്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ഇനി ഐ വാല്യൂ എത്രയാണ്? ഹാഫ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ESR ലൈൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? 2ni+1 2 × 6
ഇൻറ്റു ഹാഫ് പ്ലസ് 1 എന്ന് പറയുന്നത് എത്രയാണ് 7. 7നെ നമ്മൾ സെപ്റ്ററ്റ് എന്നാണ് വിളിക്കുന്നത്. സെപ്റ്ററ്റ് എന്നാണ് വിളിക്കുന്നത്. സോ ആൻസർ വരുന്നത് എ ആയിരിക്കും. ഓക്കെ, ആൻസർ വരുന്നത് എ ആയിരിക്കും. നെക്സ്റ്റ് 35ാമത്തെ ചോദ്യം. Which is the analytical technique based on the principle of selective adsorption? സെലക്റ്റീവ് അബ്സോർപ്ഷൻ എവിടെ ഏത് ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് ഏതിനകത്താണെന്നാണ് ചോദ്യം. സോ ഡിഫറൻഷ്യൽ DCS അല്ല, അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അല്ലെന്ന് പറയാം. ക്രോമറ്റോഗ്രാഫിക്കകത്ത് എന്ത് വരുന്നുണ്ട്? സെലക്റ്റീവ് ആയിട്ടുള്ള അബ്സോർപ്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ദെൻ മാസ് സ്പെക്ട്രോമെട്രിക്കകത്ത് എന്തായാലും ഇല്ല, ടെർമോഗ്രാഫിമെട്രിക്കകത്തും ഇല്ല. ഏതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? ക്രോമറ്റോഗ്രഫി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ടെക്നിക്ക് കുറിച്ച് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എം ഇത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. സോ സെലക്റ്റീവ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഏതാണ്? തന്നിരിക്കുന്നതിനകത്ത് ക്രോമറ്റോഗ്രഫിയുമായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ജസ്റ്റ് ഓരോന്നിനെ കുറിച്ചും ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം. സോ DCS എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് മെഷേഴ്സ് ദ ഹീറ്റ് ഫ്ലോ ഡ്യൂറിങ് ഫേസ് ട്രാൻസിഷൻ. ഫേസ് ട്രാൻസിഷൻ്റെ സമയത്ത് ഹീറ്റ് ഫ്ലോയെ മെഷർ ചെയ്യുന്നതിനാണ് നമ്മൾ DCS ഉപയോഗിക്കുന്നത്. സോ ഇവിടെ നമുക്ക് സെലക്റ്റീവ് അബ്സോർപ്ഷൻ കാര്യങ്ങളൊന്നുമില്ല. ഇനി ക്രോമറ്റോഗ്രഫി ആണെന്നുണ്ടെങ്കിൽ എന്താണ്? സെലക്റ്റീവ് അബ്സോർപ്ഷൻ്റെ ബേസിസിലാണ്, അല്ലെങ്കിൽ അതിന് നമ്മൾ പാർട്ടീഷനിങ് ആണ് വിളിക്കുന്നത്. സോ ബേസിക്കലി സെലക്റ്റീവ് അബ്സോർപ്ഷൻ എന്ന് ഓർത്തിരിക്കുക. അതാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി മാസ് സ്പെക്ട്രോമെട്രിക്കകത്ത് എന്താ സംഭവിക്കുന്നത്? സെപ്പറേറ്റ്സ് അയോൺസ് ബേസ്ഡ് ഓൺ മാസ് ടു ചാർജ് റേഷ്യോ അനുസരിച്ചാണ് മാസ് സ്പെക്ട്രോമെട്രിക്കകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? അയോൺസിനെ എന്ത് ചെയ്യുന്നത്? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ അതും എന്താണ്? സെലക്റ്റീവ് അബ്സോർപ്ഷൻ അല്ല, വിട്ടു. TG എന്താണ്? മെഷേഴ്സ് വെയിറ്റ് ചേഞ്ച് വിത്ത് ടെമ്പറേച്ചർ അനുസരിച്ച് വെയിറ്റ് ചേഞ്ച് അങ്ങനെ റിലേറ്റ് ചെയ്യുന്നുള്ളതാണ് TG തെർമോഗ്രാഫിമെട്രിക് അനാലിസിസ് നമുക്ക് തരുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്തു? 3 ടെക്നിക്സിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു. DCSനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു, ക്രോമറ്റോഗ്രഫിയുടെ പ്രിൻസിപ്പിൾ നിങ്ങൾ പഠിച്ചു, മാസ് സ്പെക്ട്രോമെട്രിയുടെ പ്രിൻസിപ്പിൾ നിങ്ങൾ പഠിച്ചു, TGയുടെ പ്രിൻസിപ്പിൾ നിങ്ങൾ പഠിച്ചു. ഇതിന് മുന്നേ ഒരു 5 എണ്ണത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചു. അങ്ങനെ കുറേ പഠിക്കുന്ന സാധനങ്ങളെ ഷോർട്ട് നോട്ട് ആക്കി വെക്കുക. അത് ഞാൻ പറഞ്ഞല്ലോ, അത് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടും. സോ അതുകൊണ്ട് അനലിറ്റിക്കൽ കെമിസ്ട്രിക്കകത്ത് വരുന്ന ടോപ്പിക്സ് ആണ് ഇതെല്ലാം. പക്ഷേ നിങ്ങൾ അതിനെ ഒരു നല്ല ഫോർമാറ്റ് ആക്കി വെക്കുക. ഏത് സ്പെക്ട്രോസ്കോപ്പി, എന്താണ് അതിൻ്റെ പ്രിൻസിപ്പിൾ, എന്താണ് അതിൻ്റെ വർക്കിംഗ്, ഇനി എന്തെങ്കിലും സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്നുണ്ടോ, സോ ആ സ്റ്റെപ്പ് 1 to ഫൈനൽ സ്റ്റെപ്പ് വരെ എന്താണ് നടക്കുന്നത്, അതിനെ ആ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ ചോദിക്കാം. അല്ലെങ്കിൽ കുറേ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ട് ഈ ഒരു സ്പെക്ട്രോസ്കോപ്പിയായിട്ട് ബന്ധപ്പെട്ട് ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ചോദിക്കാം, ഏതാണ് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ചോദിക്കാം. സോ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ നോട്ട് സെറ്റാക്കി വെക്കുക. അനലിറ്റിക്കൽ കെമിസ്ട്രി എടുക്കുക. അനലിറ്റിക്കൽ കെമിസ്ട്രിക്കകത്ത് ഏതൊക്കെ സ്പെക്ട്രോസ്കോപ്പി പറയുന്നുണ്ടെന്ന് നോക്കുക. അതെല്ലാം എന്ത് ചെയ്യുക? ഒരു ടേബിൾ പോലെ ആക്കുക. ദെൻ അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് എഴുതുക. ദെൻ അതിനകത്ത് എന്തെങ്കിലും സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ അത് എഴുതുക. സോ ബേസിക്കലി ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഷോർട്ട് നോട്ട് ആക്കി വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസർ ചെയ്യാം. ഇപ്പം ഇത്രയും നമ്മൾ ഏകദേശം 35 ചോദ്യം അടുത്ത് ചെയ്തു. 35 ചോദ്യത്തിനകത്ത് കുറേ തവണ നമ്മൾ ഈ കുറേ കൺസെപ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഒരു 7-8 ക്വസ്റ്റ്യൻ പേപ്പർ അടുത്ത് സയൻറ്റിഫിക് ഓഫീസറിൻ്റെ 7-8 ക്വസ്റ്റ്യൻ പേപ്പർ അടുത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനകത്ത് മുന്നോട്ട് പോകുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ കാണാനായിട്ട് പറ്റും. കുറേ സ്പെസിഫിക് ആയിട്ട് കുറച്ച് ഏരിയാസ് ഉണ്ട്. ആ ഏരിയസിൽ നിന്ന് സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. സോ ആ ഒരു ഏരിയസ് നിങ്ങൾ എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ചെയ്യണം. ആ ഏരിയാസിൽ കൂടുതൽ ഫോക്കസ് നിങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ സിലബസ് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര വൈഡായിട്ടാണ് കിടക്കുന്നത്. പക്ഷെ അത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കംപ്ലീറ്റ്ലി പഠിച്ചിട്ട് പോയി എഴുതാൻ പറ്റത്തില്ല. സോ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യണം? നല്ലപോലെ അനലൈസ് ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ എക്സാമിനർക്ക് എന്താണ് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയോട് എന്തോ ഒരു താല്പര്യമുണ്ട്, ഇത്രയും വർഷമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആ ഏരിയയിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. സോ ഞാനും എന്ത് ചെയ്യുന്നു? ആ ഏരിയയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. ആ രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് കിട്ടും? റിസൾട്ട് കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 36ാമത്തെ ചോദ്യം. ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺസ് ബിലോങ് ടു ദ ക്ലാസ് ഓഫ് എന്താണ്? ബോസോൺസ് അല്ല, ഇതും അല്ല, ഫെർമിയോൺസ്. എന്താണ്? ഫെർമിയോൺസിൻ്റെ ഒരു കാറ്റഗറിയിലാണ് എന്ത് വരുന്നത്? ഇലക്ട്രോൺസും പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒക്കെ വരുന്നത്. സോ ജസ്റ്റ് എന്താണ് ഫെർമിയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പാർട്ടിക്കിൾസ് ദാറ്റ് ഒബേ ഫെർമി ഡിറാക് സ്റ്റാറ്റിക്സ്. ഫെർമി ഡിറാക് സ്റ്റാറ്റിക്സ് ഒബേ ചെയ്യുന്ന പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫെർമിയോൺസ് എന്ന് വിളിക്കുന്നത്. അവരുടെ പ്രത്യേകത എന്താണ്? ഹാഫ് ഇൻറ്റിജർ സ്പിൻ വാല്യൂസ് ആയിരിക്കും അവർക്കുണ്ടാകുന്നത്. ഹാഫ് മൈനസ് ഹാഫ് ആ രീതിയിലുള്ള ഇൻറ്റഗ്രൽ സ്പിൻ വാല്യൂസ് ആയിരിക്കും അവർക്ക് ഉണ്ടാകുക. ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ഓൾ ഹാവ് എന്താണ്? = ആണ്. അതുകൊണ്ടാണ് നമ്മൾ അവരെ ഫെർമിയോൺസ് എന്ന് വിളിക്കുന്നത്. സോ ദ ഫെർമിയോൺസ് follow the Pauli's exclusion principle also. No two fermions can occupy the same quantum state simultaneously. നമ്മൾ ഓൾറെഡി പൗളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളും ഹൺസ് റൂളും ആഫ്ബ പ്രിൻസിപ്പിളും ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ പൗളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താ? നമ്മുടെ ഇലക്ട്രോൺസിൻ്റെ കേസിലൊക്കെ നമുക്കറിയാം എന്താണ്? ഒരു ഓർബിറ്റലിൽ നമുക്ക് 2 ഇലക്ട്രോണിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ 2 ഇലക്ട്രോണിൻ്റെ സ്പിൻ എന്തായിരിക്കണം? ഓപ്പോസിറ്റ് ആയിരിക്കണം തുടങ്ങിയ റൂൾസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ പൗളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഏതിൻ്റെ കാര്യത്തിലും അപ്ലിക്കബിൾ ആണ്? ഫെർമിയോൺസിൻ്റെ കാര്യത്തിലും എന്താണ് അപ്ലിക്കബിൾ? അല്ലെങ്കിൽ ഫെർമിയോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? പൗളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നുണ്ട്. സോ ഫെർമിയോൺസിൻ്റെ പ്രത്യേകത ഹാഫ് ഇൻറ്റിജർ സ്പിൻ വാല്യൂസ് ആയിരിക്കും. ഇലക്ട്രോൺസ്, പ്രോട്ടോൺ, ന്യൂട്രോൺസ് എല്ലാം തന്നെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, സോ അതാണ് ഫെർമിയോൺസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ് 37ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. സോ
റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് കെയർഫുള്ളി. സോ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുക, കെയർഫുൾ ആയിട്ട് റീഡ് ചെയ്യുക. എന്താണ്? ദ ഇൻസിഡന്റ് ഇലക്ട്രോൺ ബീം അയണൈസസ് ആൻഡ് അറ്റോമിക് കോർ ലെവൽ ഇലക്ട്രോൺ. നോക്കുക, ഇത് ഞാൻ പറഞ്ഞു ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ മുന്നേ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കണ്ടിന്യൂസ് ആയിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. സോ ഇൻസിഡന്റ് ഇലക്ട്രോൺ ബീം അയണൈസസ് ആൻഡ് അറ്റോമിക് കോർ ലെവൽ ഇലക്ട്രോൺ. ഓക്കെ, next statement, the energy released when a higher energy electron falls back to fill the core level is transferred to a valence electron which is ejected into the gas phase where it is detected. ഏതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു നിർത്തിയ ഓഗർ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിയുടെ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സോ ദീസ് പ്രോസസ് ആർ ഇൻവോൾവ് ഇൻ ദ പ്രിൻസിപ്പിൾ ഓഫ്, ഏതിനകത്താണെന്നാണ് ചോദ്യം. സോ ഞാൻ ഓൾറെഡി ആൻസർ പറഞ്ഞു, എന്താണ്? 37C ആണ്. സോ XPS, UPS, ലോ എനർജി ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ, ഇത് രണ്ടുമാണ് ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ നമ്മൾ ഓൾറെഡി ഒരു 5-6 ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ പഠിച്ചതിൻ്റെ ബാക്കിയായിട്ട് ഈ ഒരു പ്രിൻസിപ്പിളോട് എന്ത് ചെയ്യുക, നിങ്ങളുടെ നോട്ടിനകത്ത് നിങ്ങൾ എഴുതി വെക്കണം. സോ XPSനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി അൾട്രാവയലറ്റ് ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിയെ കുറിച്ചും ലോ എനർജി ഇലക്ട്രോൺ ഡിഫ്രാക്ഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടില്ല. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ഇത് പിടി കിട്ടിയെന്ന് വിചാരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഈ ഒരു കൺസെപ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. സോ ഓഗർ പ്രോസസ് സ്റ്റെപ്സ് ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മൾ അറ്റമൈസേഷൻ, അയണൈസേഷൻ, ആ ഒരു സാധനം തന്നെ 4 സ്റ്റെപ്പ് തന്നെയാണ്. സോ ഫസ്റ്റിൽ എന്താണ്? എ കോർ ഇലക്ട്രോൺ ഈസ് ഇജക്റ്റഡ് ബൈ ഹൈ എനർജി ഇലക്ട്രോൺ ബീം. അതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത്. സോ അതെന്താണ്? ഓഗർ സ്പെക്ട്രോസ്കോപ്പിയായിട്ട് ബന്ധപ്പെട്ടാണ്. ഇനി എ ഹയർ എനർജി ഇലക്ട്രോൺസ് ഫോൾ ഇൻ ടു ദ വേക്കൻസി. ദ എക്സസ് എനർജി ഈസ് നോട്ട് എമിറ്റഡ് ആസ് എക്സ്റേ ബട്ട് ട്രാൻസ്ഫേർഡ് ടു അനദർ ഇലക്ട്രോൺ. എന്ത് ചെയ്യുന്നു? ഈ ഇലക്ട്രോൺ ഇജക്ട് ചെയ്യുന്നു. ഈ ഇജക്ട് ചെയ്ത ഇലക്ട്രോണെ നമ്മൾ ഓഗർ ഇലക്ട്രോൺ എന്നാണ് വിളിക്കുന്നത്. സോ ദിസ് second electron, typically a valency is ejected and is called auger electron. അതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് 2. സോ എന്താണ്? ഓഗർ സ്പെക്ട്രോസ്കോപ്പിയായിട്ട് ബന്ധപ്പെട്ടാണ് അത് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് കൈനറ്റിക് എനർജി ഓഫ് ദിസ് ഇജക്റ്റഡ് ഇലക്ട്രോൺ ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ എലമെന്റ് യൂസ്ഡ് ഫോർ ദ എലമെന്റൽ അനാലിസിസ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഓഗർ പ്രോസസ്സിനകത്ത് വരുന്നത്. ഞാൻ പറഞ്ഞു നമ്മളിപ്പം കുറേ അധികം സ്പെക്ട്രോസ്കോപ്പിക് അനാലിറ്റിക്കൽ ടെക്നിക്സ് നമ്മൾ പഠിച്ചു. നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ പ്രിൻസിപ്പിൾസും അതിൻ്റെ സ്റ്റെപ്സും എല്ലാം എന്ത് ചെയ്യണം? ഒരു ഷോർട്ട് ഫോമിലാക്കി വെക്കുക. അങ്ങനെ ഷോർട്ട് ഫോമിലാക്കി വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അനലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. സോ അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്. ചില കൺസെപ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. ആ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കൺസെപ്റ്റ് എന്ത് ചെയ്യുക? നിങ്ങൾ നിങ്ങളുടെ ബുക്കിനകത്ത് നോട്ട് ചെയ്ത് വെക്കണം. അതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കണം. അത് വീണ്ടും ആ ഒരു കൺസെപ്റ്റുകൾ റിപ്പീറ്റ് ചെയ്യാൻ, ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പറയാതെ പോയ കാര്യങ്ങളോടൊന്നും XPSനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. യൂസസ് എക്സ്റേസ് ടു ഇജക്ട് കോർ ഇലക്ട്രോൺസ് ഡയറക്ട്ലി. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. എനർജി മെഷർ ഫ്രം ദ ഫോട്ടോ ഇലക്ട്രോൺസ്, എന്താണ്? സെക്കൻഡ് ഇലക്ട്രോൺസിൽ നിന്നല്ല മെഷർ ചെയ്യുന്നത്. ഇനി UPS ആണെന്നുണ്ടെങ്കിലോ യൂസസ് UV, ആ പേരിനകത്ത് തന്നെ ഉണ്ട്, UV റേഡിയേഷൻസ് ടു സ്റ്റഡി ദ വാലൻസ് ഇലക്ട്രോൺസ്. അതാണ് അതിൻ്റെ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഡസ് നോട്ട് ഇൻവോൾവ് കോർ ലെവൽ അയണൈസേഷൻ ഓർ ഓഗർ എഫക്റ്റ് എന്ത് ചെയ്യുന്നില്ല? UPSനകത്തും വരുന്നില്ല. ഇനി LEED, ലോ എനർജി ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ, അതിനകത്ത് എന്താ സംഭവിക്കുന്നത്? അനലൈസസ് സർഫസ് സ്ട്രക്ചർ വയ ഡിഫ്രാക്ഷൻ ഓഫ് ലോ എനർജി ഇലക്ട്രോൺസ്. എന്താണ്? നമ്മളിവിടെ ഹൈ എനർജി ഇലക്ട്രോൺസിനെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ എന്താണ്? ലോ എനർജി ഇലക്ട്രോൺസിനെ ഉപയോഗിച്ചിട്ട് സർഫസ് സ്ട്രക്ചർ സ്റ്റഡി ചെയ്യുന്നതിനെയാണ് LEED എന്ന് വിളിക്കുന്നത്. ലോ എനർജി ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. സോ നോ അയണൈസേഷൻ ഓർ ഇലക്ട്രോൺ ഇജക്ഷൻ ഈസ് ഇൻവോൾവ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് പുതുതായിട്ട് 2 കൂടെ പഠിച്ചു. UPSും പഠിച്ചു, LEEDയും പഠിച്ചു. ഇതിന് മുന്നേ നമ്മൾ വേറെ 2 പഠിച്ചു. അങ്ങനെ കുറേ എണ്ണമായി ഇപ്പോൾ. സോ ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുക? നിങ്ങളൊരു ഷോർട്ട് നോട്ട് ഫോമിൽ ആക്കി വെക്കുക. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അല്ല സിലബസ് മൊത്തം നോക്കിക്കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ചെയ്യത്തില്ല, നമ്മുടെ പഠിത്തവും കാര്യങ്ങളും മുന്നോട്ട് പോകത്തില്ല. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയുന്ന പോയിന്റുകൾ എന്ത് ചെയ്യുക? നിങ്ങൾ കറക്റ്റായിട്ട് നോട്ടിനകത്ത് നോക്കി വെക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട്, നിങ്ങളുടെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എന്നെ സ്മരിക്കും. കാരണം നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത പല ക്വസ്റ്റ്യൻസും നിങ്ങളുടെ എക്സാമിന് ചോദിക്കും. ഓക്കെ, ആ ചോദിക്കുന്ന സമയത്തായിരിക്കും അത് അന്ന് ഓർത്ത് വെച്ച് എഴുതിയാൽ മതിയായിരുന്നു എന്ന് എന്ത് ചെയ്യും? നിങ്ങൾ ചിന്തിക്കും. ഓക്കെ, നിങ്ങൾ കുറ്റബോധത്താൽ നിങ്ങൾ നീറും. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എന്ത് ചെയ്യണം? ഷോർട്ട് നോട്ടായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. ഓക്കെ, 38ാമത്തെ ചോദ്യം. The point group of CO2 is D∞H. Which pair of molecule in the below option has the same point group? Same point group ഉള്ള ഏതൊക്കെയാണെന്നാണ് ചോദ്യം. സോ CO2 എന്ന് പറയുന്നത് എന്താണ്? ലീനിയർ മോളിക്യൂൾ ആണ്. ഇതിൻ്റെ പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് D∞H ആണ്. സോ അതുപോലെ തന്നെ പോയിന്റ് ഗ്രൂപ്പ് വരുന്ന മോളിക്യൂളാണ് ഒന്ന് അസെറ്റിലീൻ മോളിക്യൂള്. ഇതിൻ്റെയും പോയിന്റ് ഗ്രൂപ്പ് എന്താണ്? D∞H ആണ്. അതുപോലെ തന്നെ എന്താണ്? xenon F6. സോ xenon F6 F2, സോറി F6 അല്ല F2.
സോ ഈ ഒരു കേസിൽ ഇതിൻ്റെ ജോമെട്രി അല്ലെങ്കിൽ സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് നോക്കുക. സെനോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? 8 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ 8 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. ഞാൻ ഈ 8 വാലൻസ് ഇലക്ട്രോൺസിനെ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുവാണ്. 1 2 3 4 5 6 7 8. എത്ര എണ്ണം ബോണ്ട് ചെയ്തിട്ടുണ്ട്? ഒരു ഫ്ലൂറിനായിട്ട് ഒരെണ്ണം ബോണ്ട് ചെയ്തിരിക്കുന്നു, ഒരു ഫ്ലൂറിനായിട്ട് വേറെണ്ണം ബോണ്ട് ചെയ്തിരിക്കുന്നു. പോയിട്ട് 1 2 3 എന്തുണ്ട്? 3 ലോൺ പെയറും ഇതിനുണ്ട്. നോക്കുക, സെനോൺ F2-ൻ്റെ കേസാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 ബോണ്ടഡ് ഉണ്ട്, 3 ലോൺ പെയർ ഉണ്ട്. അതായത് മൊത്തം നോക്കുക, മൊത്തം 3 ലോൺ പെയർ ആണ്. സോറി, ഞാൻ വായിച്ചോട്ടെ. സോ നമുക്ക് മൊത്തം എത്രയാണ്? 2 ബോണ്ട് പേഴ്സും അതുപോലെ തന്നെ 3 ലോൺ പേഴ്സുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ സ്റ്റെറിക് നമ്പർ എത്ര ആയിരിക്കും? 3 2 5. സ്റ്റെറിക് നമ്പർ എന്ന് പറയുന്നത് 5 ആയിരിക്കും. സ്റ്റെറിക് നമ്പർ 5 ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? സ്റ്റെറിക് നമ്പർ 5 ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3d ആയിരിക്കും. ഇനി അതിൻ്റെ ഷെയ്പ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഷെയ്പ്പ് എന്ന് പറയുന്നത് ലീനിയർ ഷെയ്പ്പ് ആയിരിക്കും. ജോമെട്രി എന്ന് പറയുന്നതോ ട്രയഗണൽ ബൈ പിരമിഡൽ ആയിരിക്കും. സോ ഇവിടെ ഷേപ്പ് എന്താണ്? ലീനിയർ ആണ്. സോ ഈ കേസിൽ എന്താ വരുന്നത്? സെനോൺ എന്ന് പറയുന്നത് ഇതുപോലെ ലീനിയർ ആയിട്ടായിരിക്കും. സെനോൺ F2 ലീനിയർ ആയിട്ടായിരിക്കും വരുന്നത്. സോ ഈ 2 മോളിക്യൂൾസ് ആണ് D∞H കാണിക്കുന്നത്. ആൻസർ ഏതാണ് വരുന്നത്? എ ആണ് നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. പിടികിട്ടിയോ? എ ആണ് നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. സോ അതാണ് 38ാമത്തെ ചോദ്യം. സോ ഈ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അതിൻ്റെ ഒരു സ്ട്രക്ചറിലേക്ക് എത്തേണ്ടത്. സോ നമ്മൾ ബാലൻസ് VSEPR തിയറിക്കകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചറും ജോമെട്രി ഷേപ്പും കണ്ടുപിടിക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? അതൊക്കെ റിവിഷൻ ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 39ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോർഡിനേഷൻ കോംപ്ലക്സ് കനോട്ട് എക്സിബിറ്റ് ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് ഇൻ 57 Fe മോസ്ബർ സ്പെക്ട്രം. സോ മോസ്ബർ സ്പെക്ട്രോസ്കോപ്പിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ 2 പോയിന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്ന്, EPR സ്പെക്ട്രോസ്കോപ്പി, അതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കാണും. മോസ്ബർ സ്പെക്ട്രോസ്കോപ്പി, അതിനെ ബേസ് ചെയ്തും ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ പേപ്പറിനകത്ത് ഉറപ്പായിട്ടും കാണും. നിങ്ങളൊരു MSc ലെവലിലുള്ള എക്സാമാണ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഈ 2 സ്പെക്ട്രോസ്കോപ്പിക്കകത്തുനിന്നും ഒന്നെങ്കിൽ സ്പെക്ട്രൽ ലൈൻസ് കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ക്വാർട്ടർപോൾ സ്പ്ലിറ്റിംഗ് ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. സോ അങ്ങനെ ഒരു 10-20 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്താണ് ഈ പറഞ്ഞ പോലെ ഒരു 20 മാർക്ക് നിങ്ങളിവിടെ സേഫ് ആക്കുകയോ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. സാധാരണയായിട്ട് മോസ്ബർ സ്പെക്ട്രോസ്കോപ്പിയും EPRൽ നിന്ന് ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറുണ്ട്. സ്റ്റിൽ ഞാൻ പറയുന്ന ഒരു ക്വസ്റ്റ്യനെങ്കിലും അവിടെ നിന്ന് കാണും. സോ അതുകൊണ്ട് ആ 2 സ്പെക്ട്രോസ്കോപ്പി നിങ്ങൾ എന്ത് ചെയ്യണം? കാര്യമായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? റിവിഷൻ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിങ് ഇവിടെ എക്സിബിറ്റ് ചെയ്യാത്തത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് അതിനു മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. സോ പറയാനുള്ളത്, നമ്മൾ ഈ ഒരു ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്നുള്ളതാണ്. സോ ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിങ്ങിൻ്റെ കേസിൽ നമ്മൾ 2 കൺസെപ്റ്റാണ് ഓർത്തിരിക്കേണ്ടത്. ഒന്ന് ലിഗാൻഡ് ക്യൂബിക് എൻവയോൺമെൻറ്റും അതുപോലെ തന്നെ ലിഗാൻഡ് നോൺ ക്യൂബിക് എൻവയോൺമെൻറ്റും ഉണ്ട്. ഓക്കെ, ലിഗാൻഡ് ക്യൂബിക് എൻവയോൺമെൻറ്റും ഉണ്ട്, ലിഗാൻഡ് നോൺ ക്യൂബിക് എൻവയോൺമെൻറ്റും ഉണ്ട്. സോ ഈ ഒരു ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആദ്യത്തെ ഒരു ഫാക്ടറാണ് ലിഗാൻഡിൻ്റെ ഒരു എൻവയോൺമെൻറ്റ്. അതിൻ്റെ ക്യൂബിക് എന്നും നോൺ ക്യൂബിക് എന്നും 2 ടേം ഉപയോഗിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. സോ ക്യൂബിക് എൻവയോൺമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒക്ടാഹെഡ്രൽ മോളിക്യൂളോ അല്ലെങ്കിൽ ടെട്രാഹെഡ്രൽ മോളിക്യൂളിനോ ഒക്കെയാണ് ക്യൂബിക് എൻവയോൺമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങളുടെ ആ ഒരു ലിഗാൻഡ് പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ കോർഡിനേഷൻ നമ്പർ 6 ആണ്, വേറെ ലിഗാൻഡ്സ് ഒന്നുമില്ല, ഒരു ടൈപ്പ് ഓഫ് ലിഗാൻഡ് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിഗാൻഡ് എന്ന് പറയുക അല്ലെങ്കിൽ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒരു ലിഗാൻഡ് ക്യൂബിക് എൻവയോൺമെൻറ്റിലാണ് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. സോ അങ്ങനെയുള്ള കേസിൽ അങ്ങനെ ക്യൂബിക് എൻവയോൺമെൻറ്റ് ആണ്, പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൽ മോളിക്യൂൾ ആണ്, ലിഗാൻഡ് 6 എണ്ണവും സെയിം ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നോ ക്വാഡ്രപ്പോൾ
ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് ആണ്. ഇവിടെ ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. എന്താണ്? നോ ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് ആണ്. ഇനി ലിഗാൻഡ് നോൺ ക്യൂബിക് എൻവയോൺമെന്റ് ആണ്. ഓക്കെ, നോൺ ക്യൂബിക് എൻവയോൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ എന്താ? എൻവയോൺമെന്റിന്റെ സ്പെല്ലിംഗ് തെറ്റാന്നും പറഞ്ഞുകൊണ്ട് ചില ആൾക്കാരുണ്ട്, അതുകൊണ്ട് അതങ്ങ് മാറ്റിയേക്കാം. സോ നോൺ ക്യൂബിക് എൻവയോൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അതായത് ഫോർ എക്സാമ്പിൾ എന്താ നമ്മളുടെ MA5B ടൈപ്പ് ആകാം, അല്ലെങ്കിൽ ട്രയഗണൽ ബൈ പിരമിഡൽ ടൈപ്പ് ഓഫ് ജോമെട്രി വരാം. സോ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ജോമെട്രി ഒക്കെ തന്നെ, അതായത് ഇപ്പം എന്താ നമ്മളുടെ ഒക്ടാഹെഡ്രലിനകത്ത് 6 ലിഗാൻഡ് ആണുള്ളത്. സോ 5 ലിഗാൻഡ് സെയിം ആയിട്ട് വരാം, ഒരെണ്ണം ഡിഫറെൻ്റ് ആയിട്ട് വരാം. അതായത് 6 എണ്ണത്തിനകത്ത് 2 ടൈപ്പ് ഓഫ് ലിഗാൻഡോ 2-ൽ കൂടുതൽ ടൈപ്പ് ഓഫ് ലിഗാൻഡോ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ലിഗാൻഡ് നോൺ ക്യൂബിക് എൻവയോൺമെന്റിലാണെന്നാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ അതിനെ MA5B എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഒക്ടാഹെഡ്രൽ അല്ലാതെ ട്രയഗണൽ ബൈ പിരമിഡൽ പോലത്തെ ജോമെട്രികൾ കാണിച്ചാലും നമ്മൾ എന്ത് പറയും? ലിഗാൻഡ് നോൺ ക്യൂബിക് എൻവയോൺമെന്റിലാണെന്ന് പറയും. സോ ലിഗാൻഡ് നോൺ ക്യൂബിക് എൻവയോൺമെന്റിലാണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് എന്ത് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും? അവിടെയും ലിഗാൻഡ് നോൺ ക്യൂബിക് എൻവയോൺമെന്റിലാണെങ്കിൽ അവിടെ നമുക്ക് ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇവിടുത്തെ കേസിൽ ക്വാഡ്രപ്പോൾ എന്തുണ്ട്? ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് പ്രസന്റ് ആണ്. ഇവിടെ നമുക്ക് ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് കാണാൻ സാധിക്കും. സോ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ലിഗാൻഡിന്റെ ക്യൂബിക് നേച്ചറും നോൺ ക്യൂബിക് നേച്ചറും വെച്ചിട്ടാണ് നമ്മൾ ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞത്. സോ ലിഗാൻഡ് ഒരു പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൽ മോളിക്യൂൾ ആണ്, 6 ലിഗാൻഡും സെയിം ആണ്. ആ ഒരു കേസിൽ നമുക്ക് ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് ഇല്ല. ഇനി നിങ്ങളുടെ ലിഗാൻഡ് 2 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലിഗാൻഡ് ആണ് വരാം, അല്ലെങ്കിൽ ട്രയഗണൽ ബൈപിരമിഡൽ ജോമെട്രി വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഇതാണ്. സോ ഫസ്റ്റ് ഫാക്ടറാണ് ഞാൻ പറഞ്ഞത്. ഇനി സെക്കൻഡ് ഫാക്ടറിലേക്ക് നമുക്ക് പോകാം. സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലക്ട്രോണിക് എൻവയോൺമെന്റ് ആണ്. സോ ഇത് ഫസ്റ്റ് ഫാക്ടറാണ്. ഇനി സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലക്ട്രോണിക് എൻവയോൺമെന്റ് ആണ്. സോ നോക്കുക, ഇലക്ട്രോണിക് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് എങ്ങനെയാണ് T2G ഓർബിറ്റലിലും EG ഓർബിറ്റലിലും എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അറേഞ്ച് ചെയ്തിരിക്കുന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള എൻവയോൺമെന്റ്. സോ ഇലക്ട്രോണിക്കിലും എന്തുണ്ട്? ഇലക്ട്രോണിക് ക്യൂബിക് എൻവയോൺമെന്റും ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് നോൺ ക്യൂബിക് എൻവയോൺമെന്റും ഉണ്ട്. സോ ഇവിടെ നമുക്ക് ക്യൂബിക്കും ഉണ്ട്, നോൺ ക്യൂബിക്കും ഉണ്ട്. സോ ഇവിടെ ഇലക്ട്രോണിക് അറേഞ്ച്മെന്റ് ആണ്. സോ ക്യൂബിക് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ T2G ഓർ EG ഓർബിറ്റൽസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? EG ഓർബിറ്റൽസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് എന്തായിരിക്കും? സിമെട്രിക്കലി ഫിൽഡ് ആയിരിക്കും. ഇവിടുത്തെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് സിമെട്രിക്കലി ഫിൽഡ് ഇലക്ട്രോൺസ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് ക്യൂബിക് എൻവയോൺമെന്റ് എന്ന് വിളിക്കുന്നത്. ഇനി T2G ഓർ EG അൺസിമെട്രിക്കൽ ആണെന്നുണ്ടെങ്കിൽ, അൺസിമെട്രിക്കലി ഫിൽഡ് വിത്ത് ഇലക്ട്രോൺസ് ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആ ഒരു കേസിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് നോൺ ക്യൂബിക് എൻവയോൺമെന്റ് എന്ന് വിളിക്കുന്നത്. സോ ഇലക്ട്രോണിക് ക്യൂബിക് എൻവയോൺമെന്റിന്റെ കേസിൽ എന്താണ്? ഇവിടെ നമുക്ക് നോ ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് ആയിരിക്കും. എന്താണ്? ഇലക്ട്രോണിക് ക്യൂബിക് എൻവയോൺമെന്റിന്റെ കേസിൽ എന്താണ്? അവിടെ നോൺ ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് ആണ്. ഇലക്ട്രോൺ നോൺ ക്യൂബിക് എൻവയോൺമെന്റിൽ എന്ത് കാണും? ഇവിടെ നമുക്ക് ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് എന്താണ്? സ്പ്ലിറ്റിംഗ് ഈസ് പ്രസന്റ്. അവിടെ ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് പ്രസന്റ്. ഇവിടുത്തെ കേസിൽ എന്താണ്? ഇവിടെ നമുക്ക് ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യാം. ഇത് എന്താ തിയറി പാർട്ടാണ്, നിങ്ങൾ തിയറി കണ്ടിട്ടുണ്ടാവും, പക്ഷേ സ്റ്റിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ ഡിസ്കസ് ചെയ്തിട്ട് പോകുന്നത്. സോ ബോറിംഗ് ആയിട്ട് വിചാരിക്കരുത്, ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തും പോകരുത്. സോ നോക്കുക, നമുക്ക് 2 ഫാക്ടേഴ്സ് ആണ് ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തേത് അതിൻ്റെ ലിഗാൻഡിൻ്റെ ക്യൂബിക്കും നോൺ ക്യൂബിക് എൻവയോൺമെന്റ്, രണ്ടാമത്തേത് ഇലക്ട്രോണിക് ക്യൂബിക്കും നോൺ ക്യൂബിക് എൻവയോൺമെന്റ്. ഇനി രണ്ടും ലിഗാൻഡ് ക്യൂബിക് എൻവയോൺമെന്റ് ആണ് എന്ന് വിചാരിക്കുക, അവിടെ നമുക്ക് ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് ഒബ്സർവ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഇലക്ട്രോണിക്കലി ക്യൂബിക് എൻവയോൺമെന്റ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ 2 ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് രണ്ടും ക്യൂബിക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് ഒബ്സർവ് ചെയ്യാൻ സാധിക്കത്തില്ല. അതായത് നിങ്ങൾക്ക് ഒരു കോംപ്ലക്സ് തന്നിട്ടുണ്ട്, ആ കോംപ്ലക്സ് എന്താണ്? രണ്ടും ക്യൂബിക് എൻവയോൺമെന്റിലാണെങ്കിൽ അവിടെ നോ ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ്. എന്താ ഞാൻ പറഞ്ഞത്? രണ്ടും ക്യൂബിക് എൻവയോൺമെന്റിലാണെന്നുണ്ടെങ്കിൽ ലിഗാൻഡും ഇലക്ട്രോണിക്കും രണ്ടും ക്യൂബിക് എൻവയോൺമെന്റിലാണെങ്കിൽ അവിടെ നോ ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ്. ഇനി ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം നോൺ ക്യൂബിക് എൻവയോൺമെന്റിലാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് എന്ത് ചെയ്യാം? ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഒന്നുകൂടെ പറയാം.
ലിഗാൻഡ് ക്യൂബിക്ക് നമ്മളുടെ ഇലക്ട്രോണിക്കും ക്യൂബിക്ക് രണ്ടും ക്യൂബിക്ക് വരുന്ന കേസിൽ മാത്രമാണ് നോ ക്വാഡ്രർ പോൾ സ്പ്ലിറ്റിംഗ്. ഇതിനകത്ത് ഏതെങ്കിലും ഒന്നിനകത്ത് നോൺ ക്യൂബിക് എൻവയോൺമെൻറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വാഡ്രർ പോൾ സ്പ്ലിറ്റിംഗ് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതാണ് ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ കോംപ്ലക്സിലേക്ക് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് നേരെ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. സോ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന കോംപ്ലക്സ് K4Fe6n ടൈംസ് ആണ്. സോ K4Fe6n അതിന് എത്ര നമുക്ക് എങ്ങനെ എഴുതാം? Fe6n ടൈംസ് K4 ആണ്. സോ ഞാൻ ഇതിനെ Fe6n ടൈംസ് 4- എന്നാണ് ഈ ഒരു കോംപ്ലക്സിനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ആദ്യം ഞാൻ ലിഗാൻഡിൻ്റെ എൻവയോൺമെൻറ്റ് നോക്കുകയാണ്. സോ ഇവിടെ ലിഗാൻഡ് എല്ലാം എന്താണ്? സെയിം ലിഗാൻഡ് ആണ്. എന്താണ്? സെയിം ലിഗാൻഡ് തന്നെയാണ്. 6 ലിഗാൻഡ് ഒന്നാണ്, സെയിം ആണ്. ഒരു പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൽ മോളിക്യൂൾ പോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഇരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഇത് ലിഗാൻഡ് എന്ന് പറയുന്നത് ലിഗാൻഡ് ക്യൂബിക് എൻവയോൺമെന്റ് ആണ് എനിക്ക് മനസ്സിലായി. ഇനി നെക്സ്റ്റ് ഇലക്ട്രോണിക് എൻവയോൺമെന്റ് ആണ് നോക്കുന്നത്. സോ ഇലക്ട്രോണിക് എൻവയോൺമെന്റ് നോക്കണമെന്നുണ്ടെങ്കിൽ Fe-യുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിയണം. സോ എന്താണ്? X -6 = -4 എന്ന് വരും. X = -4 + 6 എന്ന് വരും. അതായത് +2. അതായത് Fe ഏത് സ്റ്റേറ്റിലാണ്? +2 സ്റ്റേറ്റിലാണ്. +2 സ്റ്റേറ്റിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 3d6 ഇലക്ട്രോൺസ് ഉണ്ട്. 3d6 ഇലക്ട്രോൺസ് ആണുള്ളത്. സോ 3d6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? 3d6നെ ഞാൻ T2G EG ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണ്. ഈ ഒരു കേസിൽ നമുക്കറിയാം ഇതൊരു ലോ സ്പിൻ കോംപ്ലക്സ് ആണ്. കാരണം ഇവിടെ നമുക്ക് സിയൻ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ് വന്നിട്ടുള്ളത്. സോ 6 ഇലക്ട്രോൺസും 1 2 3 4 5 6 ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. അതായത് T2G ഓർബിറ്റിൽ എന്താണ്? സിമെട്രിക്കലി ഫിൽഡ് ആണ്. T2G ഓർബിറ്റിൽ എന്താണ്? സിമെട്രിക്കലി ഫിൽഡ് ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ഇലക്ട്രോണിക് എന്താണ്? ക്യൂബിക് എൻവയോൺമെന്റിലാണ്. ഓൾറെഡി ലിഗാൻഡ് എന്താണ്? ലിഗാൻഡ് ഓൾറെഡി ക്യൂബിക് എൻവയോൺമെന്റിലാണ്. ലിഗാൻഡ് ക്യൂബിക് ആണ്, ഇലക്ട്രോണിക്കലും ക്യൂബിക് ആണ്. അങ്ങനെ രണ്ടും ക്യൂബിക് ആയി കഴിഞ്ഞാൽ എന്താണ്? അവിടെ ക്വാഡ്രർ പോൾ സ്പ്ലിറ്റിംഗ് നടക്കത്തില്ല. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കനോട്ട് എക്സിബിറ്റ് ക്വാഡ്രർ പോൾ സ്പ്ലിറ്റിംഗ് ആയിരുന്നു. ആൻസർ എന്താണ് വരുന്നത്? K4Fe6n ടൈംസ് ആണ് നമ്മളുടെ ആൻസർ വരുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ലിഗാൻഡ് ക്യൂബിക് എൻവയോൺമെന്റും ലിഗാൻഡ് നോൺ ക്യൂബിക് എൻവയോൺമെന്റും നിങ്ങൾ ചെക്ക് ചെയ്യണം. അതുപോലെ ഇലക്ട്രോണിക് ക്യൂബിക് എൻവയോൺമെന്റും ഇലക്ട്രോണിക് നോൺ ക്യൂബിക് എൻവയോൺമെന്റും നിങ്ങൾ ചെക്ക് ചെയ്യുക. സോ ഇതിനകത്ത് ഏതെങ്കിലും നോൺ ക്യൂബിക് ആവുകയാണെങ്കിൽ ക്വാഡ്രർ പോൾ സ്പ്ലിറ്റിംഗ് ഉണ്ടാകും. രണ്ടും ക്യൂബിക് എൻവയോൺമെന്റ് ആണെങ്കിൽ അവിടെ എന്താണ്? ക്വാഡ്രർ പോൾ സ്പ്ലിറ്റിംഗ് ഇല്ല എന്നുള്ളതാണ് നമ്മളുടെ പോയിന്റ്. സോ ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഇതിനകത്ത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ആൻസർ ഓൾറെഡി ഞാൻ പറഞ്ഞു, എ ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. സോ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാ? സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് FeCO5 ടൈംസ് ആണ്. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതായിരുന്നു? FeCO5 ടൈംസ് ആണ്. സോ FeCO5 ടൈംസ്. ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താണ് FeCO5 ടൈംസ് എന്ന് പറഞ്ഞാൽ? അതിൻ്റെ ജോമെട്രി എന്താണ്? അതിൻ്റെ ജോമെട്രി എന്ന് പറയുന്നത് ട്രയഗണൽ ബൈ പിരമിഡൽ ആണ്. ട്രയഗണൽ ബൈ പിരമിഡൽ ആണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും എന്താണ്? ലിഗാൻഡ് നോൺ ക്യൂബിക് എൻവയോൺമെന്റ് ആയി. ലിഗാൻഡ് നോൺ ക്യൂബിക് ആയി. സോ ഏതെങ്കിലും ഒരെണ്ണം നോൺ ക്യൂബിക് ആയി കഴിഞ്ഞാൽ എന്ത് കാണും? ഇവിടെ ക്വാഡ്രർ പോൾ സ്പ്ലിറ്റിംഗ് കാണും. സോ ഇവിടെ എന്തുണ്ട്? ഇവിടെ ക്വാഡ്രർ പോൾ സ്പ്ലിറ്റിങ്ങിനെ QS എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. സോ ഇവിടെ എന്തുണ്ട്? QS ഉണ്ട്. സോ അതുകൊണ്ടാണ് സെക്കൻഡ് ഓപ്ഷൻ വരാത്തത്. പിടികിട്ടിയോ? ഇനി ഇതിൻ്റെ ഇലക്ട്രോണിക് നോക്കുകയാണെങ്കിലോ? സോ ഇലക്ട്രോണിക് നോക്കേണ്ട ഏതെങ്കിലും ഒന്ന് നോക്കിയാൽ മതി. ഏതെങ്കിലും ഒന്ന് നോൺ ക്യൂബിക് ആയി കഴിഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഒന്ന് നോൺ ക്യൂബിക് ആയി കഴിഞ്ഞാൽ അവിടെ ക്വാഡ്രർ പോൾ സ്പ്ലിറ്റിംഗ് ഉണ്ട്. സോ ഇതല്ല നമ്മളുടെ ആൻസർ നമുക്ക് മനസ്സിലായി. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് Na3Fe6n ടൈംസ് ആണ്. നോക്കാം അതിനെ എങ്ങനെ എഴുതാം. അതിനെ എനിക്ക് Fe6n ടൈംസ് 3- എന്ന് എഴുതാം. ഇല്ലേ? ഈ Na3ക്ക് വരെ ഞാൻ അവിടെ 3- എന്ന് കോംപ്ലക്സിന് ചാർജ് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. സോ 3- എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടുത്തെ കേസിൽ എന്താണ്? നിങ്ങൾ ലിഗാൻഡിനെ നോക്കുക. ലിഗാൻഡ് എന്താണ്? സെയിം ലിഗാൻഡ് ആണ് അല്ലേ? സെയിം ലിഗാൻഡ്സ് ആണ് വരുന്നത്. ഇനി ഇവിടുത്തെ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുക. X -6 = -3 എന്നാണ് വരുന്നത്. X = -3 + 6 എന്താണ്? +3 എന്നാണ് അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത്. സോ അയണിന് മൊത്തം 8 ഇലക്ട്രോൺസാണ് ഉള്ളത്. 3 പോയി കഴിഞ്ഞാൽ 5 ഇലക്ട്രോൺസ്. അതായത് Fe +3 എന്ന് പറഞ്ഞാൽ
3d5 കോൺഫിഗറേഷൻ ആണ്. സോ 3d5 കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ T2Gയും EG ആയിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതുന്ന സമയത്ത് T2G എന്താണ്? 3d5 ആണ്. 3d5 എന്താണ്? ലോ സ്പിൻ ആണ്, സയനൈഡ് ആണ്, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. അതുകൊണ്ടാണ് അത് ലോ സ്പിൻ പോലെ ആയിരിക്കും ബിഹേവ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ 5 ഇലക്ട്രോൺസ് എങ്ങനെ ഫില്ല് ചെയ്യാം? 1 2 3 4 5. അതായത് T2Gയിൽ എന്താണ്? അൺസിമെട്രിക്കൽ ഫില്ലിംഗ് ആണ്. നമ്മൾ സിമെട്രിക്കൽ ഫില്ലിംഗ് ഓൾറെഡി കണ്ടു. ഇവിടെ എന്താണ്? ഇവിടെ 5 ഇലക്ട്രോൺസ് ഉള്ളൂ. ഇവിടെ ഒരെണ്ണം കൂടെ വന്നാലേ അത് സിമെട്രിക്കൽ ആകത്തുള്ളൂ. സോ T2G എന്തായിട്ട് മാറി? T2G എന്ന് പറയുന്നത് അൺസിമെട്രിക്കലായി മാറി. സോ അൺസിമെട്രിക്കലായിട്ട് T2G മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ ഇലക്ട്രോണിക് എന്താണ്? ഇലക്ട്രോണിക് നോൺ ക്യൂബിക് ആയിട്ട് ഇത് മാറി. ഇലക്ട്രോണിക് നോൺ ക്യൂബിക് എൻവയോൺമെന്റ് ആയിട്ട് മാറി. സോ ഇലക്ട്രോണിക് നോൺ ക്യൂബിക് എൻവയോൺമെന്റ് ആയിട്ട് ഇത് മാറിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമുക്ക് ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് എന്ത് ചെയ്യാൻ പറ്റും? ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇതും അല്ലാത്തത്. സോ ലിഗാൻഡ് ഇവിടെ നോക്കുന്ന സമയത്ത് ലിഗാൻഡ് ആറിനോ സെയിം ആണ്. അവിടെ ലിഗാൻഡ് ക്യൂബിക് തന്നെ ആയിരിക്കും, അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ ഇവിടെ എന്തായി? ഇലക്ട്രോണിക് നോൺ ക്യൂബിക് ആണ്. ഏതെങ്കിലും ഒരെണ്ണം നോൺ ക്യൂബിക് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് കാണും. സോ അതുകൊണ്ടാണ് ഇത് രണ്ടും ഇല്ലാത്തത്. ഇനി ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്, അതുകൂടെ നമുക്ക് നോക്കാം. സോ ആ ഒരു കോംപ്ലക്സിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു കോംപ്ലക്സിനെ എടുക്കുന്നു. Na2FeCN 5 ടൈംസ് NO ആണ്. സോ അതിനെ എനിക്ക് FeCN 5 ടൈംസ് NO എന്ന് എഴുതാം. സോ ഇവിടെ നോക്കുക, ഓൾറെഡി എന്താണ്? 5 സയനൈഡും ഒരു NOയും ആണ്. അവിടെ തന്നെ എന്ത് പറ്റി? അവിടെ തന്നെ ഇത് ലിഗാൻഡ് നോൺ ക്യൂബിക് ആയി. അവിടെ തന്നെ ഇത് ലിഗാൻഡ് നോൺ ക്യൂബിക് ആയി. ഇത് പെർഫെക്റ്റ് ഒക്ടാഡൽ മോളിക്യൂൾ അല്ല. അപ്പം തന്നെ എന്ത് പറ്റി? ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് ഇവിടെ ഒബ്സർവ് ചെയ്യാം. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സെലക്ട് ചെയ്യാത്തത്. ഇനി ഇതിൻ്റെ ഇലക്ട്രോണിക് എന്താ നേച്ചറോടെ നമുക്ക് നോക്കാം. സോ ഇവിടുത്തെ കേസിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? X-5 NO എന്ന് പറയുന്നത് +1 ആണ് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇവിടെ ഒരു 2 NO ഉണ്ട്, NA ഉണ്ട്. സോ അവിടെ -2 കിട്ടു. സോ നമ്മൾ X-5 + 1 = -2 എന്ന് എഴുതാം. X = -2 -1 + 5 എന്ന് എഴുതാം. അതായത് X = -3 + 5 എന്ന് വരും. അതായത് +2 എന്ന് വരും. ഓക്കെ, Fe എന്ന് പറയുന്നത് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഉള്ളത്. സോ Fe +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? Fe +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ നമുക്ക് 3d6 കോൺഫിഗറേഷൻ ആയിരിക്കും വരിക. സോ 3d6 കോൺഫിഗറേഷൻ ആയിരിക്കും. നമ്മൾ ഓൾറെഡി നേരെ കണ്ടത് തന്നെയാണ്. T2G എന്തായിട്ട് മാറും? എന്താണ്? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. എന്തായിട്ട് മാറും? സിമെട്രിക്കലി ഫീൽഡ് ആയിട്ട് മാറും. സോ ഈ ഒരു കേസിൽ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോണിക്കലി അത് ക്യൂബിക് എൻവയോൺമെന്റിലാണ്, പക്ഷേ എന്താണ്? ലിഗാൻഡ് നോൺ ക്യൂബിക് ആണ്. അതുകൊണ്ടാണ് അത് ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് വരുന്നത്. സോ ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കൺസെപ്റ്റ് റിപ്പീറ്റ് ചെയ്യാൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ അത്രേ ഉള്ളൂ. സമ്മറി ഇത്രേ ഉള്ളൂ. ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗിന്റെ കേസിൽ 2 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ലിഗാൻഡ് ക്യൂബിക് ആണോ നോൺ ക്യൂബിക് ആണോ, അതുപോലെ ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുന്നത് ക്യൂബിക് ആണോ നോൺ ക്യൂബിക് ആണോ. ഇനി രണ്ടും ക്യൂബിക് ആണെങ്കിൽ ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് ഇല്ല. ഏതെങ്കിലും ഒരെണ്ണം നോൺ ക്യൂബിക് ആണെങ്കിൽ ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് ഉണ്ട്. അതാണ് നമ്മളുടെ പോയിന്റ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ്. നെക്സ്റ്റ് 40ാമത്തെ ചോദ്യം. predict the number of lines in EPR spectrum of a solution of dimethyl nitroxide radical. സോ ഈ റാഡിക്കലിന്റെ കേസാണ് ചോദിക്കുന്നത്. അസ്യൂമിങ് ദ ലൈൻസ് എന്താണ്? ചില സമയത്ത് ഈ പറഞ്ഞ പോലെ ലൈൻസ് ഡു നോട്ട് ഓവർലാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. സോ ആ ഒരു കേസിൽ എന്താണ്? നമ്മൾ മുമ്പേ ഇതുപോലെ തന്നെ 36 ലൈൻസ് വരുന്നത് 30 എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ അതുപോലെ തന്നെ ഇവിടെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സാക്റ്റ് ആയിട്ടുള്ള സാധനം നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ പോലെ നോക്കാനായിട്ട് സാധിക്കും. സോ ഇവിടെ ഐ വാല്യൂ ഫോർ N14 1 എന്ന് തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ ഐ വാല്യൂ 1/2 ആണെന്നും തന്നിട്ടുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണം? സോ നൈട്രജൻ ഇവിടെ എന്താണ്? നൈട്രജന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതുപോലെ തന്നെ ആരും പങ്കെടുക്കുന്നുണ്ട്? CH3യിലുള്ള ഹൈഡ്രജനും സ്പ്ലിറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. സോ ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ലൈൻസ് എത്ര ആണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. സോ ഇൻ നൈട്രോക്സൈഡ് റാഡിക്കൽ എന്താ സംഭവിക്കുന്നത്? ദ അൺപെയർഡ് ഇലക്ട്രോൺ ഈസ് മെയിൻലി ലോക്കലൈസ്ഡ് ടു NO ഗ്രൂപ്പ് ആൻഡ് സ്പെസിഫിക്കലി എന്താണ്? നൈട്രജനിലായിരിക്കും. ഓക്സിജൻ എന്ന് പറയുന്നത് എന്താണ്? പിന്നെ ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്യുന്നില്ല. സോ ഓക്സിജനെ വിട്ടേക്കാൻ നൈട്രജൻ എന്തായാലും കാണും. സോ മീഥൈൽ പ്രോട്ടോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? കപ്പിൾ ചെയ്യുന്നുണ്ട്. വളരെ വീക്കാണ് എങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? കപ്പിൾ ചെയ്യുന്നുണ്ട്. സോ നൈട്രജൻ്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒരു നൈട്രജൻ ഉണ്ട്, ഐ വാല്യൂ 1 ആണ്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? CH3 2 ടൈംസ് ആണ്. സോ ഒരു CH3ക്കകത്ത് 3 ഹൈഡ്രജൻ, 2 CH3കകത്ത് 6 ഹൈഡ്രജൻ ഉണ്ട്. സോ ഇവിടെ 6 ഹൈഡ്രജൻ ഉണ്ട്. അതിന്റെ കപ്ലിംഗ് എന്ന് പറയുന്നത് ഹാഫ് ആണ്. സോ ഇത് തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നതാണ് നമ്മളുടെ ടോട്ടൽ ESR ലൈൻസ് എന്ന് പറയുന്നത്. സോ സ്പ്ലിറ്റിംഗ് ഡ്യൂ ടു
നൈട്രജൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ന്യൂക്ലിയസേ ഉള്ളൂ. സോ 2ni+1 എന്നുള്ളതാണ് നമ്മളുടെ ഇക്വേഷൻ. സോ 2 × 1 × 1+1, കാരണം നൈട്രജൻ്റെ ഐ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. സോ അതെന്ന് പറയുന്നത് നമുക്ക് 3 ലൈൻസ് എന്ന് നമുക്ക് കിട്ടും. ഇനി CH3 ഗ്രൂപ്പിലുള്ള 3 പ്രോട്ടോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ പോലെ തന്നെ കപ്പിളിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ 6 പ്രോട്ടോൺസ് മൊത്തം ഉണ്ട്. സോ അതിനെ നോക്കുന്ന സമയത്ത് 2ni+1 എന്ന് പറഞ്ഞ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെ കിട്ടും? 2 × എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം. എത്രയാണ് ഐ വാല്യൂ? ഹാഫ് ആണ്, +1. രണ്ടും പോയിട്ട് 7 ലൈൻസ് എന്ന് കിട്ടും. So 7 lines എന്ന് കിട്ടും. So the EPR lines multiply if the hyperfine coupling are resolved. So total lines എത്ര വരും? Due to nitrogenum due to 6 hydrogenോട് എന്ത് ചെയ്യുന്നു? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. So 7 × 3 എന്ന് വരുന്നു. 3 × 7 എന്ന് വരുന്നു. എത്ര ലൈൻസ് വരുന്നു? 21 ലൈൻസ് ആണ് മൊത്തം നമുക്ക് ഉള്ളത്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. സോ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്രെഡിക്റ്റ് ദ നമ്പർ ഓഫ് ലൈൻസ് ആയിരുന്നു. സോ എത്രയാണ്? 21 ലൈൻസ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 40ന്റെ ആൻസർ എ ആയിരിക്കും. ഓക്കെ, 40ന്റെ ആൻസർ എ ആയിരിക്കും. സോ അതാണ് EPR. നമ്മളിപ്പോൾ EPRലെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങി. സോ നിങ്ങൾക്ക് ഇപ്പം പിടി കാണും. സോ EPRനകത്തുനിന്ന് ഈ ഒരു എക്സാമിന് സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. സോ ആ ഒരു പോയിന്റ്, ആ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ ഈ EPR സ്പെക്ട്രോസ്കോപ്പിയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 41ാമത്തെ ചോദ്യം. Okay, consider the following statement about the electronic spectra of octahedral high spin complex. Cobalt +2 can exhibit usually 3 absorption peaks. Okay, ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുകയാണ്. കൊബാൾട്ട് +3 3 അബ്സോർപ്ഷൻ പീക്ക് കാണിക്കും. ക്രോമിയം +3 can display 1 absorption peak. Mn2+ has low extinction coefficient എന്നുള്ളതാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ്. ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് എന്താ നമുക്ക് അറിയാനായിട്ട് ഉള്ളത്. സോ അതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിനകത്തോട്ട് നിങ്ങളൊരു പോയിന്റ് എഴുതി വെക്കണം. സോ എന്താ പോയിന്റ് നോക്കുക? D1, D4, D6 അതുപോലെ തന്നെ D9 ഇവർ ഒരു അബ്സോർഷൻ ബാൻഡ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. സോ ഈ ഹൈസ്പീൻ കോംപ്ലക്സ് വരുന്ന സമയത്ത് D1, D4, D6, D9 ഒരു അബ്സോർഷൻ ബാൻഡ് ആയിരിക്കും തരുന്നത്. D3, D8, D2, D7 ഇവർ 3 അബ്സോർഷൻ ബാൻഡ് നിങ്ങൾക്ക് തരും. ഇവർ 3 അബ്സോർഷൻ ബാൻഡ് തരും. D3, D8, D2, D7. ഓക്കെ, സോ നമ്മളുടെ ഫസ്റ്റ് പോയിന്റ് ആയി എന്താണ്? D1, D4, D6, D9 ഹൈസ്പീൻ കോംപ്ലക്സ് ആണ്. ഹൈസ്പീൻ്റെ കേസിലാണ് ഞാൻ ഈ പറയുന്നത്. സോ എന്തായാലും D1, D4, D6, D9 ആണെന്നുണ്ടെങ്കിൽ ഒരു അബ്സോർപ്ഷൻ ബാൻഡ് മാത്രമേ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി D3, D8, D2, D7 ആണെങ്കിൽ 3 അബ്സോർപ്ഷൻ ബാൻഡ് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ 2 പോയിന്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ? കൊബാൾട്ട് +3 എക്സിബിറ്റ് 3 അബ്സോർപ്ഷൻ പീക്ക് എന്നാണ്. സോ കൊബാൾട്ട് +3 എന്ന് പറഞ്ഞാൽ കൊബാൾട്ടിനകത്ത് എത്ര ഇലക്ട്രോൺസ് ആണ് ഉള്ളത്? കൊബാൾട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റ് നോക്കുന്ന സമയത്ത് 3d7 4s2 ആണ്. 3 ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞാൽ കൊബാൾട്ട് +3 ആവും. സോ കൊബാൾട്ട് +3 ആകുന്ന സമയത്ത് കോൺഫിഗറേഷൻ 3d6 ആയിട്ട് മാറും. ഇല്ലേ? 3 എണ്ണം പോയി കഴിഞ്ഞാൽ 3d6 ആയിട്ട് മാറും. സോ 3d6 ആയിട്ട് മാറുന്നുണ്ട്. സോ കോൺഫിഗറേഷൻ എന്താണ്? D6 കോൺഫിഗറേഷൻ ആണ്. D6 കോൺഫിഗറേഷൻ. D6 കോൺഫിഗറേഷൻ ആണെന്നുണ്ടെങ്കിൽ എത്ര അബ്സോർപ്ഷൻ ബാൻഡ് ആണ് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? എത്ര അബ്സോർപ്ഷൻ ആണ്? ഒറ്റ അബ്സോർപ്ഷൻ മാത്രമേ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. എത്രയാണ്? ഒറ്റ അബ്സോർപ്ഷൻ മാത്രം. D6 ആണ് നമ്മുടെ സിസ്റ്റം. കൊബാൾട്ട് +3 എന്ന് പറയുന്നത് D6 ആണ്, നമുക്ക് മനസ്സിലായി. എത്ര അബ്സോർപ്ഷൻ ആണ്? ഒറ്റ അബ്സോർപ്ഷൻ ബാൻഡേ ഒബ്സർവ് ചെയ്യത്തുള്ളൂ. പക്ഷേ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? കൊബാൾട്ട് +3 can exhibit usually 3 absorption peak. എന്താണ്? സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്, പെട്ടി. സോ 1 റോങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ എലിമിനേറ്റ് ആയി. ഈ ഓപ്ഷൻ എലിമിനേറ്റ് ആയി. ഇനി 2 ഓപ്ഷൻസേ നമ്മുടെ മുന്നിലുള്ളൂ. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ക്രോമിയം +3 ക്യാൻ ഡിസ്പ്ലേ മാക്സിമം 1 അബ്സോർപ്ഷൻ പീക്ക് എന്നുള്ളതാണ്. സോ ക്രോമിയം +3. സോ ക്രോമിയം എന്താ സാധനം? ക്രോമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3d5 4s1 ആണ് ക്രോമിയം. സോ ഇതിനകത്ത് 3 എണ്ണം പോയി കഴിഞ്ഞാൽ ക്രോമിയം +3 ആകും. സോ ക്രോമിയം +3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3d
3 ആയിട്ട് മാറും. അതായത് D3 സിസ്റ്റം ആണ്. D3 സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ D3, D8, D2, D7 ഇതിന് 3 അബ്സോർഷൻ ബാൻഡാണ്. പക്ഷേ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ക്രോമിയം ക്യാൻ ഡിസ്പ്ലേസ് മാക്സിമം എത്ര? 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ക്രോമിയം +3 എന്ന് പറയുന്നത് D3 ആണ്. D3 ആണെങ്കിൽ 3 എണ്ണം തരണം, പക്ഷേ 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. അതായത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണെങ്കിൽ ഇതും എന്താണ്? തെറ്റാണ്. ഓൺലി 3 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. സോ ഡി ആയിരിക്കും ആൻസർ വരിക. 41 ആൻസർ എന്താണ്? ഡി ആണ്. നമ്മൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു പോലും നോക്കിയിട്ടില്ല, സ്റ്റിൽ നമുക്ക് ആൻസർ കിട്ടി. എന്താണ്? ഡി ആണ് അതിൻ്റെ ആൻസർ. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? Mn2+ ഹാസ് ലോ മോളാർ എക്സ്റ്റൻഷൻ കോഎഫിഷ്യന്റ് വാല്യൂ എന്നുള്ളതാണ്. സോ Mn2+ എന്താണ്? മോളാർ എക്സ്റ്റൻഷൻ കോഎഫിഷ്യന്റ് വാല്യൂ എന്താണ്? ലോ ആണെന്നുള്ളതാണ്. ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് എന്തുകൊണ്ടാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആകുന്നതെന്ന് പറയാമോ? അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. നമ്മൾ മോളാർ എക്സ്റ്റൻഷൻ കോഎഫിഷ്യന്റിനെ മാക്സ് എന്നാണ് വിളിക്കുന്നത്. അബ്സോർഷൻ കോഎഫിഷ്യന്റ് എന്ന് ഇതിനെ വിളിക്കാറുണ്ട്. സോ അബ്സോർഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് മാക്സിമം ഏതിനാണ്? ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്രയ്ക്കാണ്. ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്രയ്ക്കാണ് മാക്സ് മാക്സിമം ആയിട്ടുള്ളത്. കളേർഡ് കോമ്പൗണ്ട്സ് ആണ്. ഇതിൻ്റെ കേസിൽ ഇത് സ്പിൻ അലൗഡും ആയിരിക്കും, അതുപോലെ തന്നെ ലപ്പോർട്ടെ അലൗഡും ആയിരിക്കും. എന്താണ്? സ്പിൻ അലൗഡും ആയിരിക്കും, അതുപോലെ തന്നെ ലപ്പോർട്ടെ അലൗഡും ആയിരിക്കും. ഇതിനായിരിക്കും ഏറ്റവും കൂടുതൽ മാക്സ് ഉണ്ടാവുക. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ ടെട്രാഹെഡ്രൽ കോംപ്ലക്സിനായിരിക്കും നമ്മളുടെ മാക്സ് കൂടുതൽ ഉണ്ടാവുക. ഈ ഒരു കേസിൽ ഇത് സ്പിൻ അലൗഡ് ആയിരിക്കും, പക്ഷേ ലപ്പോർട്ടെ ഫോർബിഡൻ ആയിരിക്കും. എന്താണ്? ലപ്പോർട്ടെ ഫോർബിഡൻ ആണ്. ഇത് നോൺ സെൻട്രോസിമെട്രിക് ആണ് ടെട്രാഹെഡ്രൽ, അതുകൊണ്ടാണ് അതിന് മാക്സ് കൂടുതലായിട്ട് വരുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ സെൻട്രോസിമെട്രിക് ആയിട്ടുള്ള ഒക്ടാഹെഡ്രൽ മോളിക്യൂളാണ്. ഒക്ടാഹെഡ്രലിന്റെ കേസിലും അത് സ്പിൻ അലൗഡ് ആയിരിക്കും, പക്ഷേ എന്തായിരിക്കും? ലപ്പോർട്ടെ ഫോർബിഡൻ ആയിരിക്കും. സ്പിൻ അലൗഡ് ആണ്, ലപ്പോർട്ടെ ഫോർബിഡൻ ആയിരിക്കും. ഇനി ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അത് സ്പിൻ ഫോർബിഡൻ ആയിരിക്കും, അതുപോലെ തന്നെ ലപ്പോർട്ടെ ഫോർബിഡനും ആയിരിക്കും. എന്താണ്? സ്പിൻ ഫോർബിഡനും ആയിരിക്കും, ലപ്പോർട്ടെ ഫോർബിഡനും ആയിരിക്കും. സോ ഇതിനായിരിക്കും ഏറ്റവും ലീസ്റ്റ് എന്തെന്ന് പറയുന്നത് മോളാർ എക്സ്റ്റൻഷൻ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ മാക്സ് ഏറ്റവും കുറവ് ഏതിനായിരിക്കും? സ്പിൻ ഫോർബിഡൻ ലപ്പോർട്ടെ ഫോർബിഡൻ സിസ്റ്റത്തിനാണ് മാക്സ് ഏറ്റവും കുറവ്. ഏറ്റവും കൂടുതൽ ഏതിനാണ്? ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര. ഏതാണ്? KMnO4. അതൊക്കെ എന്താണ്? ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്രയാണ്. സോ ബേസിക്കലി അവർക്ക് മാക്സ് മാക്സിമം ആയിരിക്കും. മാക്സ് ഏറ്റവും കുറവുള്ളത് ലപ്പോർട്ടെ ഫോർബിഡനും സ്പിൻ ഫോർബിഡനായിട്ടുള്ള സിസ്റ്റത്തിനാണ് ഏറ്റവും കുറവ്. സോ ഇതാണ് ജനറൽ ആയിട്ടുള്ള ഒരു ഓർഡർ. ഈ ഓർഡർ നിങ്ങൾ ഓർത്തിരിക്കണം. ഇത് എന്താ എക്സാമിന് ചോദിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി Mn2+ ഹാസ് ലോവർ മോളാർ എക്സ്റ്റൻഷൻ കോഎഫിഷ്യന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ Mn2+ ആരാന്ന് നമുക്ക് നോക്കണം. Mn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തെ കോൺഫിഗറേഷൻ 3d5:4s2 ആയിരിക്കും. ഇനി Mn2+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിട്ട് മാറി? 3d5 ആയിട്ട് മാറി. അതായത് 1, 2, 3, 4 എന്താണ്? 5 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ള ഒരു സിസ്റ്റമായിട്ട് ഇത് മാറി. സോ ഓൾറെഡി നമുക്കറിയാം ഇത് എന്തായിരിക്കും? ലപ്പോർട്ടെ ഫോർബിഡൻ ആയിരിക്കും. എന്താണ്? ലപ്പോർട്ടെ ഫോർബിഡൻ, കാരണം DD ട്രാൻഷൻ ആണ്. സോ ലപ്പോർട്ടെ ഫോർബിഡൻ ആണ്. ΔL ≠ +or- ആണ്. ഇനി ഇത് സ്പിൻ അലൗഡ് ആണോ? നോർമലി എന്താണ്? ട്രാൻഷൻ നടക്കുന്ന സമയത്ത് അത് സ്പിൻ അലൗഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് മാക്സ് കൂടുതലായിരിക്കും. പക്ഷേ ഈ ഒരു കേസിൽ എന്താണ്? ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു ട്രാൻഷൻ നടന്നു കഴിഞ്ഞാൽ എന്താണ്? ΔS എന്ന് പറയുന്നത് 0 ആയിരിക്കത്തില്ല, സ്പിൻ അലൗഡ് ആയിരിക്കത്തില്ല, സ്പിൻ ഫോർബിഡൻ ആയിരിക്കും. എന്താണ്? സ്പിൻ ഫോർബിഡൻ ആയിരിക്കും. സോ സ്പിൻ ഫോർബിഡനും ആണ്, ലപ്പോർട്ടെ ഫോർബിഡനും ആണ്. അതുകൊണ്ടാണ് Mn2+ന് ഏറ്റവും ലീസ്റ്റ് എന്ത് വരുന്നത്? മാക്സ് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ജനറൽ ഓർഡർ എന്ന് പറയുന്നത്. സോ സ്പിൻ ഫോർബിഡനും ലപ്പോർട്ടെ ഫോർബിഡനും വരുന്ന കേസുകളുണ്ടല്ലോ, അവർക്ക് മാക്സ് തീരെ കുറവായിരിക്കും. എക്സാമ്പിൾ ആണ് Mn2+ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുമാണ്, ഓർത്തിരിക്കുക. ഓക്കെ. സോ നമ്മുടെ ആൻസർ വരുന്നത് ഏതായിരുന്നു? ആൻസർ വരുന്നത് ഡി ആണ്. 41ന്റെ ആൻസർ വരുന്നത് ഡി ആയിരിക്കും. നെക്സ്റ്റ്, which one of the statement is not relevant towards the application of GCMS? GCMS നോട്ട് റിലവൻ്റ് എന്നാണ്. റിലവൻ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. നോക്കാം. ടൂൾ ഫോർ പെർഫോമിംഗ് സെപ്പറേഷൻ, അതെന്താണ്? റിലവൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. യൂസ്ഫുൾ ഫോർ എഫക്റ്റീവ്നെസ് ഓഫ് പ്യൂരിഫിക്കേഷൻ പ്രൊസീജിയർ, എന്താണ്? ഇവിടെ നമുക്ക് പ്യൂരിഫൈഡ് ആയിട്ടുള്ള അതിനകത്ത് നമുക്ക് എന്താണ്? ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇതും റിലവൻറ്റ് ടു GCMS തന്നെയാണ്. ദ പീക്ക് ഹൈറ്റ് ഓർ പീക്ക് ഏരിയ ഓഫ് ദ ഇലൂട്ടൻ ഫ്രം ദ GC കോളം ഹാസ് ബീൻ വൈഡ്ലി യൂസ്ഡ് ഫോർ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, എന്താണ്? ശരിയാണ്. അതും GCMS-ആയിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. സോ എന്തായിരിക്കും ആൻസർ? ഡി ആയിരിക്കും. പ്രൊവൈഡ്സ് മോർ ഒതന്റിക് ക്വാളിറ്റി ഇൻഫർമേഷൻ ദാൻ മോസ്റ്റ് ഓഫ് ദ സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്, ഇതെന്താണ്? ഇതുമായിട്ട് റിലവൻ്റ് അല്ല. നമുക്കറിയാം GCMS-നകത്ത് ഈ പറഞ്ഞ പോലെ മറ്റുള്ള സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്ര ഒതന്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ല കിട്ടുന്നത്. സോ ബേസിക്കലി അതാണ് ഇതുമായിട്ട് റിലവൻ്റ് അല്ലാത്തത്.
ഓക്കെ, GCMSന്റെ കാര്യമാണ്. സോ GCMSനകത്ത് നമ്മൾ എന്താണ് GC എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് വോളറ്റൈൽ കോമ്പൗണ്ട്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. MS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മാസ് ടു ചാർജ് റേഷ്യോ അനുസരിച്ച് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഇത് രണ്ടുകൂടെ കമ്പൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ GCMS എന്ന് വിളിക്കുന്നത്. സോ MS എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ മാസ് ടു ചാർജ് റേഷ്യോയിൽ ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വോളറ്റൈൽ കോമ്പൗണ്ട്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഗ്യാസ് ക്രോമറ്റോഗ്രഫി, മാസ് സ്പെക്ട്രോമെട്രി എന്ന് കമ്പൈൻ ചെയ്തിട്ട് വിളിക്കുന്നത്. സോ DT എന്ന് വിചാരിക്കുന്നു. സോ അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ട് ഉള്ളത്. നെക്സ്റ്റ് 43ാമത്തെ ചോദ്യം. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്ട്രെങ്ത് ഓഫ് വേരിയസ് കൈൻഡ്സ് ഓഫ് നോൺ കോവലന്റ് ഇൻട്രാക്ഷൻ സച്ച് ആസ് അയോൺ ഡൈപോൾ, അയോൺ ഡൈപോൾ, ഡൈപോൾ ഇൻട്രാക്ഷൻസ് കൊടുത്ത് ഇതിന്റെ ഓർഡർ ആണ് ചോദിച്ചത്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്ട്രെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്കറിയാം നമ്മൾ നോൺ കോവലന്റ് ഇൻട്രാക്ഷൻസ് പഠിക്കുന്നുണ്ട്. സോ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ഏതാണ്? അയോൺ ഇൻട്രാക്ഷൻ ആണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ. ദെൻ അയൺ ഡൈപോൾ ഇൻട്രാക്ഷൻ, ദെൻ എന്താണ് ഡൈപോൾ ഇൻട്രാക്ഷൻ, ദെൻ ഡൈപോൾ ഇൻട്രാക്ഷൻ. സോ ഈ ഒരു ഓർഡർ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. സോ അയോൺ എന്ന് പറയുമ്പോൾ 1, ദെൻ 1 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ടോ? ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, C ആയിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. ബാക്കിയെല്ലാം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യും. ഇതിനകത്ത് ഏറ്റവും സ്ട്രോങ് ഏതാണെന്ന് കണ്ടാൽ തന്നെ എന്ത് ചെയ്തു, നിങ്ങളുടെ ആൻസർ ആയി. എന്താ 1 ആണെന്ന് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, C ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. സോ 1, ദെൻ 2, ദെൻ 3 അതായിരിക്കും അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. സോ അയോൺ ഈസ് മോസ്റ്റ് എന്താ സ്ട്രെങ്ത് ഉള്ള, ഏറ്റവും സ്ട്രെങ്ത് ഉള്ളത് അയോൺ ആണ്. ദെൻ അയോൺ ഡൈപോൾ, ദെൻ ഡൈപോൾ ഇൻട്രാക്ഷൻ. ജസ്റ്റ് ഈ ഒരു ടേബിളിലൂടെ നമുക്ക് ആ ഒരു സ്ട്രെങ്ത് മനസ്സിലാക്കാൻ വേണ്ടി നോക്കാം. കിലോജൂൾ പെർ മോളിലാണ് വാല്യൂ കൊടുത്തിട്ടുള്ളത്. സോ അയോൺ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് 250 to 400 കിലോജൂൾ പെർ മോൾ ആണ് ഒരു ഇൻട്രാക്ഷൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ ആണ്. ഓക്കെ, ഇനി അയോൺ ഡൈപോൾ ആണെങ്കിൽ 50 to 200. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ വാല്യൂ കാണാതെ പഠിക്കൊന്നും വേണ്ട. സോ മനസ്സിലാകാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. 50 to 200 കിലോജൂൾ പെർ മോൾ ആണ് അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ മോഡറേറ്റ് ആണ്. ഇനി ഡൈപോൾ ആകുന്ന സമയത്ത് എന്താണ്, വളരെ കുറവാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അയോൺ ഇൻട്രാക്ഷൻ ഈസ് മോസ്റ്റ് സ്ട്രോങ്ങസ്റ്റ്, ദെൻ അയോൺ ഡൈപോൾ, ദെൻ ഡൈപോൾ ഇൻട്രാക്ഷൻ. ഓക്കെ, സോ അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. സോ ആൻസർ എന്തായിരുന്നു? ആൻസർ C ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. 43 ആൻസർ C ആയിരിക്കും. നെക്സ്റ്റ് 44ാമത്തെ ചോദ്യം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ദ ഹൈഡ്രജൻ ബോണ്ടിങ്. ഓക്കെ, ഹൈഡ്രജൻ ബോണ്ടിങ്ങോടുള്ള 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. സോ നോക്കാം. ഹൈ ഡിഗ്രി ഓഫ് ഡയറക്ഷനാലിറ്റി. സോ ഹൈഡ്രജൻ ബോണ്ട്സിനകത്ത് എന്താണ്? ഹൈ ഡിഗ്രി ഓഫ് ഡയറക്ഷനാലിറ്റി ആണ്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ 1 കറക്റ്റ് ആയിട്ടുള്ളത്, ഇത് കറക്റ്റാണ്, ഇത് കറക്റ്റാണ്. സോ ഇത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. സെക്കൻഡ്, സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഡൈപോൾ ഇൻട്രാക്ഷൻ. എന്താണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്? സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഡൈപോൾ ഇൻട്രാക്ഷൻ ആണ്. സെക്കൻഡ് എന്താണ്? കറക്റ്റാണ്. സോ സെക്കൻഡ് കറക്റ്റായിട്ട് വരുന്നത് ഇല്ലാത്തതുകൊണ്ട് ഇത് ഞാൻ എലിമിനേറ്റ് ചെയ്തു. പിന്നെ വരുന്നത് എന്താണ്? സോ 1ഉം 2ഉം വരാം, അല്ലെങ്കിൽ ഓൾ ഓഫ് ദി എബവ് വരാം. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ വായിച്ച് നോക്കിയാലേ നമുക്ക് ആൻസർ കിട്ടത്തുള്ളൂ. HF2 മൈനസ് ഈസ് ലീനിയർ വിത്ത് ഹൈഡ്രജൻ ആറ്റം ബിറ്റ്വീൻ 2 ഫ്ലൂറിൻ ആറ്റം. ഈ ഒരു ഫോമിലായിരിക്കും എന്ത് ചെയ്യുന്നത്, HF2 മൈനസിന്റെ സ്ട്രക്ചർ, ലീനിയർ സ്ട്രക്ചർ ആണ് വരുന്നത്. ഈ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി മൂന്നും എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സോ ഇതിന്റെ സ്ട്രക്ചർ ഓർത്തിരിക്കണം. HF2 മൈനസ് എന്ന് പറയുന്നത് എന്താണ്, അത് ലീനിയർ ആണ് കേട്ടോ. HF2 മൈനസ് എന്ന് പറയുന്നത് ലീനിയർ ഷേപ്പ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ ഹൈ ഡിഗ്രി ഓഫ് ഡയറക്ഷനാലിറ്റി ആയിരിക്കും. ഹൈഡ്രജൻ ബോണ്ട്സ് എന്താണ്, ഹൈ ഡയറക്ഷനിലാണ്. ലീനിയർ ആകാം അല്ലെങ്കിൽ നിയർ ലീനിയർ ആകാം. ദ സ്ട്രെങ്ത് ഓഫ് ഹൈഡ്രജൻ ബോണ്ട് ഇൻക്രീസസ് വിത്ത് ലീനിയാരിറ്റി കൂടുന്നതനുസരിച്ച് ഹൈഡ്രജൻ ബോണ്ടിന്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. ഇനി സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഡൈപോൾ ഇൻട്രാക്ഷൻ ആണെന്ന് പറഞ്ഞു. സോ ഹൈഡ്രജൻ ബോണ്ടിങ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോം ഓഫ് ഡൈപോൾ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഹൈഡ്രജൻ ആറ്റം ആൻഡ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം, ഫ്ലൂറിൻ, ഓക്സിജൻ ഓർ നൈട്രജൻ. അതും എന്താണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. HF2 മൈനസ് ഈസ് എന്താണ്, അത് ലീനിയർ ആണ് നമ്മൾ പറഞ്ഞു. സോ ദ ബൈഫ്ലൂറൈഡ് അയോൺ ഈസ് ദ ക്ലാസിക്കൽ എക്സാമ്പിൾ ഓഫ് സിമെട്രിക് സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ട്. ഇറ്റ് ഈസ് ലീനിയർ വിത്ത് ഹൈഡ്രജൻ ആറ്റം ഇക്വിഡിസ്റ്റന്റ് ബിറ്റ്വീൻ ദ 2 ഫ്ലൂറിൻ ആറ്റംസ്. സോ ആ ഒരു 3 സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്.